God is amazing things. നമ്മുടെ ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. I'm so blessed to be here this morning. ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിന് വളരെ I want അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. to thank each one of you for praying for the church. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഓരോരുത്തർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Church is where God loves to be. ദൈവം കടന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് സഭ. And it's our every week we look in the word of God in different ways. ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. Today we want to look into a topic called grace. കൃപ എന്ന വിഷയത്തെ ഇന്ന് നമുക്ക് നോക്കാം. But I know very well we are not going to stay anywhere there. We're just starting. ആമേൻ. അവിടെ തുടങ്ങുന്നതേ ഉള്ളൂ. കർത്താവ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എനിക്ക് അറിയത്തില്ല. സ്തോത്രം. Thank you. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കുവാൻ Today പ്രാർത്ഥിക്കുന്നു. there was a special anointing on the church. സഭയുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഇന്ന് കർത്താവ് റിലീസ് ചെയ്തിട്ടുണ്ട്. And those who was in the worship, how many of you sense that? എത്ര പേർക്ക് ആരാധനയിൽ അത് വെളിപ്പെട്ടു മനസ്സിലായി? Hallelujah. You know, I never wanted to. I wanted to know there is a big struggle going on in every area, but God is giving us victory. ഓ നിങ്ങൾക്ക് അറിയാമോ പ്രിയപ്പെട്ടവരെ, ഓരോ മണ്ഡലങ്ങളിലും നമുക്ക് യുദ്ധം നേരിടേണ്ടതായിട്ടുണ്ട്. എന്നാൽ യേശു നമുക്ക് അവിടെ എല്ലാം ജയം തരുവാ. Some time ago, I was sharing with a sister of mine about 6 months ago. She confirmed to me what the Lord told me. The Lord told me you're going through Siklag, and I tell you, Siklag is a horrible place to be. Amen, But amen. the Lord is bringing us to Hebron now. ആമേൻ. 6 മാസം മുമ്പ് ഒരു സഹോദരിക്ക് കർത്താവ് ഇങ്ങനെ ഒരു വചനം തന്നു. നിങ്ങളെ സിക്ലാഗിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. സിക്ലാഗ് വളരെ വിഷമമുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ സിക്ലാഗിൽ നമ്മളെ കർത്താവ് ഇപ്പോൾ ഹെബ്രോനിലേക്ക് കൊണ്ടുപോവുക. Pray that you don't go to Siklag. സിക്ലാഗിൽ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. Hallelujah. But in Siklag, a new anointing, fresh anointing will come to you. എന്നാൽ നീ സിക്ലാഗിൽ പോയാലുണ്ടല്ലോ ഒരു പ്രത്യേക അഭിഷേകം അവിടെ നിന്നെ കാത്തിരിക്കും. From Siklag, you go to Hebron. ഓ സിക്ലാഗിൽ നീ പോകുന്ന അടുത്ത സ്ഥലം ഹെബ്രോനാ. ഹല്ലേലൂയ. ഓ രഖബാബ. Please don't get offended when I do these things. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് നിരാശയൊന്നും തോന്നല്ലേ? Please, I'm standing in the presence of my God. ദൈവസന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. He has lifted us up. അവൻ നമ്മളെ ഉയർത്തിയിരിക്കുക. Hallelujah. ഹല്ലേലൂയ. It's a good God. ഹല്ലേലൂയ. ആമേൻ. Hallelujah. Thank you. If there is one thing in my life I want, ഈ ലോകത്തിൽ ഒരു കാര്യം എനിക്ക് വേണമെങ്കിൽ it is the presence of my God every time. ഓരോ നിമിഷവും അവന്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യം. I don't care for anything else. മറ്റൊന്നും ഞാൻ ഗണ്യമാക്കുന്നില്ല. Hallelujah. ആമേൻ. Praise God. Thank God. Siklag is over. Amen. I hope so. സിക്ലാഗ് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നതിനായിട്ട് God is ദൈവത്തിന് a good സ്തോത്രം. God. നമ്മുടെ ദൈവം More നല്ലവൻ. presence, more anointing, Amen. more lifting up, more blessings is on the way. ഓ ഹല്ലേലൂയ. അധികം കൃപ, അധികം അഭിഷേകം, അധികം ഉയർച്ചകൾ വഴിയിലാണ്. Church, let me first tell you the message that came to us on Wednesday and Thursday. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നമുക്ക് ദൈവം തന്ന സന്ദേശം, Stay under the cover. ഹല്ലേലൂയ, കവറിങ്ങിന് കീഴ്പ്പെട്ട് നിൽക്കുക. How many of you remember the cover? എത്ര പേര് കവറിനെ പറ്റി അറിയാം? You know what the covering is? എന്താണ് കവറിങ്? Anybody has an umbrella here? ആർക്കെങ്കിലും ഒരു കുടയുള്ളവരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? How many of you can show me an umbrella? എത്ര പേർക്ക് ഒരു കുട കാണിക്കാൻ പറ്റും? Anybody here has not seen an umbrella? കുട കാണാത്തവരാരും ഇവിടെ ഇല്ലല്ലോ. In the United States, in India, Pakistan, Bangladesh, they all use umbrellas. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, Oh, അമേരിക്ക. wonderful. Thank you. Praise the Lord. Thank you. Hallelujah. Hallelujah. Bring it here. Sometimes we need to do these things. I'll open it. Don't pop it up. No problem. That's okay. Look at that. That is obedience. Thank you, sister. Let's give the Lord a clap of. കർത്താവിനെ ഒന്ന് കരമടിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Now look at this. ശ്രദ്ധിക്കുക. This is a covering. ഇതാണ് കുട എന്ന് This പറയുന്നത്. is an umbrella. ഇതൊരു കുടയാണ്. Hallelujah. If you are under the umbrella, you will be protected from everything the umbrella can protect you from. ആമേൻ. ഈ കുടക്കീഴിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ലോകത്തിന്റെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംരക്ഷണമുണ്ട്. Hallelujah. Praise God. The church, the covering, the anointing is an umbrella for your life. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. സഭയിൽ നിങ്ങളുടെ കീഴിൽ നിങ്ങൾ നിൽക്കുമ്പോൾ സഭയുടെ മേൽ സഭ നിങ്ങൾക്കൊരു കുട പോലെ Bring it every week. I സൂക്ഷിക്കും. may need it. Praise the Lord. Hallelujah. ആമേൻ. ആമേൻ. So you see, the church is the covering. സഭ ഇതുപോലൊരു കുടയാ. The church, when I say the church, the anointing that is on the church. ഞാൻ സഭ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? സഭയുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം. There is an anointing on every church. എല്ലാ സഭയുടെ മേലും ഒരു അഭിഷേകമുണ്ട്. Let me give you an example first of all from that place. Let's go to John chapter 15. നമുക്ക് അതിന്റെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം. John chapter 15 verses 1 says, അതിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Jesus is teaching his disciples. യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുക. What does he say there? എന്താണ് യേശു I പറയുന്നത്? am the true vine and you are the branches. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. Every branch in me that bears not fruit, he takes away. Every branch that bears fruit, he cleanses it, that it may bring forth more fruit. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ നീക്കിക്കളയുന്നു, കായ്ക്കുന്നവ അധിക ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. In the life of David, Siklag was the time when God cleansed him. ആമേൻ. ദാവീദിന്റെ ജീവിതത്തിൽ സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലം ദാവീദിനെ ദൈവം ശുദ്ധീകരിച്ച സ്ഥലമാണ്. Probably David thought that he was somebody big.
ഒരുപക്ഷെ ദാവീദ് വിചാരിച്ചെങ്കിൽ താൻ വലിയൊരു പുള്ളിയാ. But then God told him, you're nothing except for me. ആമേൻ. എന്നാൽ ദൈവം ദാവീദിനെ ഇത് പഠിപ്പിച്ചു, ദാവീദേ ഞാൻ മുഖാന്തരമാ നീ എന്താണെങ്കിലും You ആയിരിക്കുന്നത്, can do nothing without me, എന്നെ David. കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. Hallelujah. ആമേൻ. So David was cleansed and purged so that he may bear more fruit. ഓ, ദാവീദിനെ അവിടെ കർത്താവ് കഴുകി ചെത്തി വെടിപ്പാക്കി അധിക ഫലം പുറപ്പെടുവിക്കുവാൻ യോഗ്യനാണ്. Thank God for all the Siklags of life. എല്ലാ സിക്ലാഗനായ ദൈവത്തിന് നന്ദി. Now let me quickly tell you about the covering, ഓ, പെട്ടെന്ന് കൊടയെ പറ്റി പറയാം. and we will move on as the Lord said. The Lord will take us. അത് പറഞ്ഞിട്ട് കർത്താവ് നയിക്കുന്ന പോലെ Look മുന്നോട്ട് at the പോകും. relationship in John chapter 15 verses 1. യോഹന്നാന്റെ 15-ാം അധ്യായത്തിലെ ബന്ധത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. Jesus said, I am the true wine. യേശു പറയാണ്, ഞാനാണ് യഥാർത്ഥ സത്യമുന്തിരിവള്ളി. And then he says, my father is the husbandman. എന്റെ പിതാവാണ് തോട്ടക്കാരൻ. Hallelujah. Hallelujah. Husbandman means one who is in charge, who is the owner, who is completely in control of everything that happens in the garden. ആമേൻ. തോട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ തോട്ടത്തെ സൂക്ഷിക്കുന്നവൻ, തോട്ടത്തിന്മേൽ അധികാരമുള്ളവൻ, തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. Hallelujah. So there is a relationship. അവിടെ ഒരു ബന്ധമുണ്ട്. Jesus, the true wine, is placed inside the will of God. ആമേൻ, ആമേൻ. യേശുവാകുന്ന സാക്ഷാൽ മുന്തിരിവള്ളി പിതാവിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമാക്കിയിരിക്കുന്ന. When you are connected to Jesus, you are also automatically connected to the possibility of being in the will of God. ആമേൻ, ആമേൻ. നമ്മൾ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പിതാവിന്റെ പൂർണ്ണ ഹിതത്തിലാണ് ആയിരിക്കുന്നത്. What does it mean to be in relationship with Jesus? യേശുവുമായുള്ള ബന്ധത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? Number one, accept Jesus as the Lord of your life. ഒന്നാമത് യേശുവിനെ നിന്റെ നാഥനും കർത്താവുമായി That's the സ്വീകരിക്കുക. basic. അതാണ് തുടക്കം. I hope you all have Jesus as the Lord of your life. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ് എല്ലാം ഞാൻ വിശ്വസിക്കുന്നത്. That's a silly question to this church, I know that. ഈ സഭയുള്ള ബന്ധത്തിൽ ഒരു ബുദ്ധിമോശമായ Let's ക്വസ്റ്റ്യൻ. give the Lord a clap offering. കർത്താവിന് ഒരു സ്തുതി കൊടുത്തേ. ആമേൻ. ഹല്ലേലൂയ. Because he was so kind to come and tell us, come on, take me as the Lord of your life. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് ഇത്ര ദയ തോന്നി നമ്മുടെ അടുക്കൽ നമ്മളെ ഗ്രഹിപ്പിച്ചു. എന്നെ നിന്റെ നാഥന്റെ രക്ഷകനായി സ്വീകരിക്കുക, ഞാൻ എൻ്റെ അനുഗ്രഹം എല്ലാം പ്രാപിക്കുക. You know, look at the whole world. There are so many people in the world today who do not know Jesus. ഹല്ലേലൂയ. ഈ ലോകത്തിൽ യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത അറിയാത്ത അനേകരുണ്ട്. We have been given an opportunity to know him അവനെ അറിയുവാൻ ഒരു അവസരം കർത്താവ് നമുക്ക് ദാനമായി and to തന്നു. call him Lord. അവനെ ദൈവമേ എന്ന് വിളിക്കുക. Yesterday I was speaking to a Jewish gentleman, ഇന്നലെ ഒരു ജൂയിഷ് മാന്യനോട് സംസാരിച്ചു. fine gentleman. നല്ലൊരു മനുഷ്യനാണ്. And he was telling me about all the changes that took place in among the American Jews. അമേരിക്കൻ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായ വ്യത്യാസത്തെ പറ്റി അദ്ദേഹം പറയായിരുന്നു. And he was telling me, you know, Reverend, there is a lot of change among the Jewish people. We are a refined group of people among the Jews. ആമേൻ, ആമേൻ. അദ്ദേഹം പറയാണ്, അമേരിക്കയിലെ യഹൂദന്മാരുടെ ഇടയിൽ വലിയ വ്യത്യാസം കർത്താവ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ അമേരിക്കയിലുള്ള യഹൂദന്മാരിൽ നവീകരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. And I told him, sir, do you know that Israel, we stand with Israel. Do you know that God used the churches in the United States of America to found the new nation of Israel? He said, yes. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ ദൈവത്തിന് അമേരിക്കയിലുള്ള ദൈവസഭയെ, ഈ അമേരിക്കയിലുള്ള ദൈവസഭയെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രൂപീകരണത്തിനായി നിലനിൽപ്പിനായി ദൈവം ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം. He said, and then he went on to tell me his theology, what he thought. എന്നിട്ട് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞു. He said, we don't believe there is a hell. In the modern Jewish teaching, there is no hell. അല്ലല്ലേ, ആധുനിക യഹൂദ ടീച്ചിങ്ങിൽ അവർ നരകത്തെ പറ്റി പഠിപ്പിക്കുന്നില്ല. And he went on to say that, you know, look at Nineveh. He said, look at Nineveh. God finally forgave them. ആമേൻ. അദ്ദേഹം നിനവയുടെ ഉദാഹരണം കാണിച്ചു. ദൈവം ആത്യന്തികമായി നിനവയോട് ക്ഷമിച്ചില്ലേ? Then I said, sir, think of Sodom and Gomorrah. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ സോദോം ഗൊമോറയെ ഒന്ന് ശ്രദ്ധിച്ചേ. Okay? And he was listening to me. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു. And one thing he said made me praise God so much. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ദൈവത്തെ സ്തുതിക്കാൻ ഇടയാക്കി. He said, we serve the same God. നമ്മൾ ഒരു ദൈവത്തെയാണ് He സേവിക്കുന്നത്. said, we call him Adonai. അല്ലെ, ഞങ്ങൾ അവനെ യജമാനൻ And when it comes to Christian theology, we agree with the Father, but then he kept quiet. ക്രിസ്ത്യൻ ദൈവശാസ്ത്രവുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പിതാവിനുമായിട്ട് ഉള്ള ബന്ധത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിനുശേഷം മിണ്ടാതിരുന്നു. At that moment, you know, I told him about Isaiah 9, chapter 9. ആമേൻ. പെട്ടെന്ന് യെശയ്യാപ്രവചനം 9-ാം അധ്യായം പറഞ്ഞു. And I told him, the virgin shall give birth to a child. ഞാൻ പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. And the government shall be upon his shoulders. ആധിപത്യം അവന്റെ തോളിലായിരിക്കും. You know the thrill when you talk about Jesus to Hallelujah. Jewish people? പ്രിയപ്പെട്ടവരെ, ഈ യഹൂദന്മാർക്ക് അവരിൽ കൂടി യേശു ഉളവായി ലോകത്തിൽ വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവരോട് ഈ യേശുവിനെ പറയാൻ കഴിയുന്ന എത്ര വലിയ പദവിയാണെന്നറിയാമോ? Do you realize it? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? I think in 2010 the Lord told us our ministry will touch the Jewish people. What a great
what a great blessing. ഹല്ലേലൂയ. 2010 കർത്താവ് പറഞ്ഞു യെരൂശലേമിനെയും ഇസ്രായേലിനെയും യഹൂദന്മാരെയും നമ്മുടെ ശുശ്രൂഷ ടച്ച് ചെയ്യും. എത്ര വലിയ അനുഗ്രഹമാണ്. What is so great about Jewish people? യഹൂദന്മാരുടെ പ്രത്യേകത എന്താ? They're also ordinary people like us. അവർ നമ്മളെ പോലെ ആളുകളല്ലേ? The answer is very simple. ഉത്തരം ലളിതമാണ്. God told Abraham, whoever blesses you, I will bless. Amen. Whoever curses you, I will curse. ആമേൻ. Whenever the United States of America has stood with Israel and blessed Israel, this nation has been lifted up to such proportions. Whenever the United States of America has gone and played the fool with Israel, immediately God has sent problems to this nation. ആമേൻ ആമേൻ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നതിനെ ഞാൻ ശപിക്കും. ഈ രാജ്യം എന്ന് അമേരിക്ക എന്ന് ഇസ്രായേലിന് അനുകൂലമായി നിന്നിട്ടുണ്ടോ അന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് ഉപരിയായ തലങ്ങളിൽ അമേരിക്കയെ ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ അമേരിക്ക ഇസ്രായേലിനോട് അനീതി കാണിച്ചാൽ ദൈവം അമേരിക്കയോടായാലും ആരോടായാലും പൊറുക്കത്തില്ല. I'm going to tell you something which is a little more revolutionary. അധികം വിപ്ലവകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. We are on a higher level than the old covenant Jew. നിങ്ങൾക്കറിയാമോ പഴയ നിയമത്തിലെ യഹൂദന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു തലത്തിലാണ് നമ്മൾ. Yes? ആമേൻ. Yes. ആമേൻ ആമേൻ. I'm telling you. ഞാൻ നിങ്ങളോട് പറയുക. Because the Bible says that. ദൈവം അതിനകത്ത് നമുക്ക് ഉറപ്പ് തരുന്നു. Philippians chapter 3 verses 1. ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം അങ്ങനെ പറയുന്നു. Paul says emphatically, we are the Jews. We are those who worship God in spirit and truth. We are truly the children of Israel. ആമേൻ ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്ത നാമാണ് യഥാർത്ഥ യഹൂദന്മാർ. Help her. Just help her. ഹല്ലേലൂയ. All right. Praise the Lord. Be there. Hallelujah. Hallelujah. The joy of telling something about Jesus came simply because I was under the covering of Jesus himself. That's the point. ആമേൻ ആമേൻ. യേശുവിന്റെ കൊടക്കീഴിൽ അല്ലെങ്കിൽ കൊടിക്കീഴിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് യേശുവിനെ പറ്റി പറയുന്നത് എനിക്ക് വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷത്തിലേക്ക് എന്നെ നടത്തുന്നു. Hallelujah. Praise the God. If you are under the covering of Jesus, number one, you will have a live relationship with Jesus. ആമേൻ. യേശുവിന്റെ കൊടക്കീഴിലാണ് നിങ്ങളെങ്കിൽ ഒരു ജീവനുള്ള ബന്ധം യേശുവുമായി നിങ്ങൾക്ക് How do I know if I have a relationship with Jesus? Come on, church. യേശുവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ എങ്ങനെ അറിയാം? Hallelujah. Praise the Lord. How do I know that? Are you with me, people of God? You must be with me. മനസ്സിലാവുന്നുണ്ടല്ലോ. Hallelujah. Hallelujah. How do I know if you are with Jesus? യേശുവിനോട് ഒപ്പമാണെന്ന് എങ്ങനെ അറിയാം? Hallelujah. Praise God. Amen. How do you know? അതിന്റെ അടയാളം എങ്ങനെയാ? Number one, you bear fruit. That takes a little time. ഫലം കായ്ക്കാൻ ഇച്ചിരി സമയം എടുക്കും. But how do you know if you're really with Jesus? യേശുവുമായിട്ടാണെന്നുള്ളതിന്റെ ഉറപ്പെന്താ? I come from a background where they talked about Jesus till I was touched by the Holy Ghost. I did not know about the real Jesus. പരിശുദ്ധാത്മാവിനെ തൊടുന്നവരെയും യേശു ആരാണെന്ന് അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ നല്ലൊരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വന്നത്. My dad was a priest. എന്റെ പിതാവ് ഒരു അച്ഛനായിരുന്നു, A good priest. നല്ലൊരു My പുരോഹിതനായിരുന്നു. mother used to pray a lot. എന്റെ അമ്മ വളരെ And I പ്രാർത്ഥിക്കുന്നവളായിരുന്നു. thought I was a good boy. I thought I was a good boy. I thought I was a Christian till the Holy Spirit touched my heart and made me to realize without knowing Jesus I was going straight to hell. ആമേൻ. പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടെന്നെ ബോധ്യപ്പെടുത്തി നീ യേശുവിനെ കൂടാതെ നീ നരകത്തിലേക്ക് പോവുകയാണെന്ന് ബോധ്യം വരുത്തുന്നവരെ ഞാൻ വിചാരിച്ചു ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്. You may be born in a Christian family, but has the Holy Spirit touched your heart? That is the way in which you know if you are in touch with Jesus. ആമേൻ ആമേൻ. നിങ്ങളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊട്ടോ പരിശുദ്ധാത്മാവ് നിങ്ങളെ ജീവിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനാകത്തുള്ളൂ. Unless you are born again, you will not enter the kingdom of God, Jesus said. യേശു പറഞ്ഞു വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം നീ കാണത്തില്ല. He said it to a man called Nicodemus, who was a teacher of the law among the Jewish people. ന്യായപ്രമാണത്തിന്റെ ഉപദേഷ്ടാവായ നിക്കോദമസ് എന്ന ശ്രേഷ്ഠനായ മനുഷ്യനോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. And Jesus said, unless God is born inside you, unless you are born again, you will not enter the kingdom of God. യേശു ആ ഭക്തനായ മനുഷ്യനോട് വീണ്ടും ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ ഒരു നാളും നീ കടക്കുകയില്ല. I want to speak to all the young children in this church. സഭയിലുള്ള കുഞ്ഞുങ്ങളോട് പ്രത്യേകമായി പറയുക. All the young people in the church, lift your hands. സഭയിലുള്ള യൗവനക്കാരെല്ലാം കുഞ്ഞുങ്ങളും യൗവനക്കാരും Under 35 is all young here. 35 താഴെയുള്ളവരെല്ലാം യങ്ങാണ് ഇവിടെ. Hallelujah. സ്തോത്രം. And for me also special consideration. എനിക്കും പ്രത്യേക ഞാനും യൗവനക്കാരനാണ്. After all, I'm only 28. എനിക്ക് 28 ഉള്ളൂ. Hallelujah. Hallelujah. All of you lift your hands and keep it up. ആമേൻ ആമേൻ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കര ഉയർത്തി പിടിച്ചേ. Look at me. സ്തോത്രം All of you സ്തോത്രം young സ്തോത്രം. children, look at me. Lift your ആമേൻ hands. ആമേൻ ആമേൻ. Yes, everybody under the age of 40, you can lift your hands. Hallelujah. 40 താഴെയുള്ളവർക്ക് കര ഉയർത്താം. All of you, sit straight. Children, all of you sit. ആമേൻ ആമേൻ. Sit straight. Look at me. നേരെ ഇരിക്കുക, നേരെ Lift your ഇരിക്കുക. hands, lift your hands. കര മുകളിലേക്ക് ഉയരട്ടെ. Bonnie, are you 45? Lift your hands. Hallelujah. Hallelujah. Praise God. Praise the Lord. Let me tell you, children, let me preach to you. ഞാൻ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പ്രസംഗിക്കുക.
you must be born again. നിങ്ങൾ വീണ്ടും ജനിച്ചേ മതിയാകൂ. I've told my daughters, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ and പറഞ്ഞു, I've told the youth in this church, സഭയിലെ യവനക്കാരോട് പറഞ്ഞു, you may not go to heaven because your parents are born again and baptized and believing in the Lord Jesus Christ. നിങ്ങളുടെ മാതാപിതാക്കൾ വീണ്ടും ജനിച്ചവരും സ്നാനപ്പെട്ടവരും യേശുവിൽ വിശ്വസിക്കുന്നവരും ആയതുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. I'm speaking to Joshua also today. ഞാൻ ജോഷുവയോടും പറയുകയാണ്. Joshua is not able to respond at the moment. ഇപ്പോൾ ജോഷുവയ്ക്ക് പ്രതികരിക്കാൻ But the പറ്റുന്നില്ല. word of God is going right into him right now. I know that. എങ്കിൽ പോലും അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന് നേരിട്ട് പോവാ. He's under the envelope of the Holy Ghost in the church, under the covering of the church right now. ഇപ്പോൾ ഈ സഭയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ യേശുവിന്റെ കൊടിക്കീഴിലാണ് കുഞ്ഞ്. Somewhere along the way, the word of God will come and touch his heart, and he will become what God wants him to become. ആമേൻ. ഒരു ദിവസം ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് അവനെ പാപബോധം വരുത്തി യേശുവിലേക്ക് നടത്തും. While I'm preaching to all the babies in the womb in the name of Jesus. ആമേൻ ആമേൻ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളോടും കൂടിയാണ് പ്രസംഗിക്കുന്നത്. I'm speaking to unborn babies who are to be born in this church in the name of Jesus. ആമേൻ. ഇതുവരെ ജനിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയിൽ ജനിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളോടും കൂടിയാണ് പ്രസംഗിക്കുന്നത്. Be born again. വീണ്ടും ജനിച്ചേ മതിയാകൂ. Because God wants you to be born again into the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ വീണ്ടും ജനിച്ചേ മതിയാകൂ. I am speaking to the young children. God may not take you to heaven because you are good people. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളെ ദൈവം സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകത്തില്ല. A young person once came to Jesus. ഒരു യവനക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നു. And he said, Lord, I've been good. I've been keeping all the commandments. അദ്ദേഹം പറഞ്ഞു, യേശുവേ ഞാൻ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്. The Bible says Jesus looked at him lovingly. യേശു അവനെ സ്നേഹത്തോടെ നോക്കി. Jesus had such appreciation for that young man. അവനെ ആ യവനക്കാരനെ യേശു സ്നേഹിച്ചു. He was a man who obeyed all the commandments and all the rules. എല്ലാ നിയമങ്ങളും പാലിച്ച ഒരു യവനക്കാരൻ. But Jesus said, hey, you know what? You lack something. യേശു പറയുന്ന ഒരു കാര്യം, നിനക്കൊരു കുറവുണ്ട്. You have a lot of wealth. Why don't you sell it off? Come follow me. നിനക്ക് ഒത്തിരി ധനമുണ്ടല്ലോ, ഇതെല്ലാം വിറ്റ് ഇവർക്ക് കൊടുത്തിട്ട്. The Bible says when he heard that, he was sad because he had great riches. ആമേൻ. ദൈവവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. Young people, what is the rich that keeps you away? What are the riches that keeps you away from Jesus? യേശുവിൽ നിങ്ങളെ അകറ്റുന്ന ധനം എന്താണ് ഈ ലോകത്തിന്റെ? You know, at your age, you will feel that you're the most handsome or the most beautiful people in town. ആമേൻ. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ തോന്നും നിങ്ങൾ ഏറ്റവും സുന്ദരനാണ്, യോഗ്യനാണ്. Hallelujah. Have any of you been ever invited to act in a movie? നിങ്ങളെ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടോ ആരെങ്കിലും? You can lift your hands now. അങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. I know there are people who have been called into modeling. Yes. മോഡലിംഗിൽ വിളിച്ചിട്ടുള്ളവരുണ്ട്. But anybody called into being a film star? ഫിലിം സ്റ്റാർ ആകാൻ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? Just give me a call. I'll give you the right advice. എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ശരിയായ ഉപദേശം. What I'm trying to say, in that age, you will feel that you are the greatest guy on earth. ആമേൻ. നിങ്ങളുടെ ആ പ്രായത്തിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠൻ. Being popular, being attractive is a blessing of God. Praise God. ആമേൻ ആമേൻ. പ്രസിദ്ധനായിരിക്കുന്നത്, ആകർഷണീയനായിരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. Be having a lot of wealth. ധാരാളം ധനമുള്ളത്. Or being able to do a lot of things. ഒരുപാട് കാര്യം ചെയ്യാൻ കഴിവുള്ളത്. These things should not keep you away from Jesus. ഇത് യേശുവിൽ നിങ്ങളെ അകറ്റാൻ പാടില്ല. This is the most important thing. What is the priority of your life if you are with Jesus? നിങ്ങൾ യേശുവിന്റെ കൂടെ ആണെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? മുൻഗണന എന്താണ്? ജീവിതത്തിന്റെ മുൻഗണന എന്താണ്? മുൻഗണന എന്താണ്? അതാണ് പ്രധാനം. What is the priority of your life? ജീവിതത്തിന്റെ മുൻഗണന എന്താണ്? Before I go forward, I want to tell you a story. ഒരു കഥ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കഥ പറയട്ടെ. There was a young girl. She was called a Nightingale in England. നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. She was very famous in singing. പാട്ട് പാടുന്നതിൽ വളരെ She പ്രസിദ്ധിയായിരുന്നു. was a born again child of God. അവൾ വീണ്ടും ജനിച്ച പൈതലായിരുന്നു. And she was becoming very famous. അവൾ വളരെ പ്രസിദ്ധിയായി. And she was called in all the king's courts. അവള് രാജാക്കന്മാരുടെ ആ ബാങ്കറ്റുകളിൽ പാടാൻ വിളിച്ചവളെ. And then one day she received a letter from a king. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ അവൾക്ക് ഒരു ക്ഷണക്കത്ത് കിട്ടി. The letter said, you have been invited to be singing your Christian songs in front of the emperor. ആമേൻ ആമേൻ. ചക്രവർത്തിയുടെ മുമ്പിൽ, ചക്രവർത്തി തിരുമനസിന്റെ മുമ്പിൽ ക്രിസ്ത്യാനിയുടെ ആയതിന്റെ പാട്ട് പാടാൻ നിന്നെ ക്ഷണിക്കുന്നു. But she refused. എന്നാൽ അവൾ പറഞ്ഞു എനിക്കിത് വേണ്ട. She said, you know, ഹല്ലേലൂയ. I find that I'm spending more time in singing songs and becoming famous than sitting with my Redeemer and my Savior. I'm losing my quiet time with Jesus. I rather prefer that than spend time in the court of an emperor. ആമേൻ ആമേൻ. എന്നാൽ ഈ പെൺകുട്ടി പറഞ്ഞു ചക്രവർത്തി തിരുമനസിന്റെ മുമ്പിൽ പാട്ട് പാടുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് എന്റെ വീണ്ടെടുപ്പുകാരുടെ മുമ്പിൽ ഏകാന്തതയിലിരുന്ന് അവനെ ആരാധിക്കുന്നതാണ്. അതാണ് എനിക്ക് ശ്രേഷ്ഠം. Young children, young people, let me tell you something. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളെ യൗവനക്കാരെ ചിന്തിക്കുക. Those of you who are not married. നിങ്ങൾ വിവാഹിതരായിട്ടില്ലാത്തവരോട് പറയുക. Unmarried people here, lift your hands. എത്ര വിവാഹിതരല്ലാത്തവർ എത്ര Joel, you can lift your hands. You're not married. Yes. Praise God. Let me tell you something. പറയട്ടെ. This is a good time to spend time with God. ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യമുള്ള സമയമായത്. At the age of 20, a man of God once preached this message. I was sitting in the pew with you.
ആമേൻ are ആമേൻ there. ഹല്ലേലൂയ. ഒരിക്കല് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ ഒരു ദേവദാസൻ Not sitting in പ്രസംഗിച്ച the chair, in the pew. ഹല്ലേലൂയ സീറ്റിലിരിക്കുമ്പോൾ ദേവദാസ് 20 വയസ്സുള്ള ഒരു ദേവദാസ് പ്രസംഗിച്ച കാര്യമാണ്. No. When I was 20, ഞാൻ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ദേവദാസ് another പ്രസംഗിച്ചു. man was preaching. സ്തോത്രം സ്തോത്രം. താങ്ക് യു. Another man was preaching. മറ്റൊരു And he ദേവദാസ് told his advice. അദ്ദേഹം തന്റെ ഉപദേശം ഇങ്ങനെ പറഞ്ഞു. The man who preached had 4 children. ഈ പ്രസംഗിച്ച വ്യക്തിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. And he was struggling to get a little time with the word of God. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. I tell you, the greatest joy is to spend time with your Redeemer. ആമേൻ. നിങ്ങളുടെ ഇതിൽ ഏറ്റവും ആനന്ദം കൊണ്ടുവരുന്ന കാര്യം I have taken that seriously in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ പ്രാധാന്യമുള്ള കാര്യമായി കരുതി. Makale, let me tell you, spend time with Jesus. Oh, my children, I am telling you, spend time with your Lord Jesus. You will never lack. നിങ്ങൾക്ക് You കുറവുണ്ടാകത്തില്ല. will have plenty. നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. You have plenty of the Spirit, plenty of the Word, plenty. And when you have plenty in the Spirit, you will not lack anything. You will have plenty of finances, plenty of opportunities, jobs. You will be choosing what job to take. ഓ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള സമൃദ്ധി ഉണ്ടാകും, ഭൗതിക സമൃദ്ധി ഉണ്ടാകും, ജോലി നിങ്ങൾ കൈതൊടുന്ന സകലത്തിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും. Are you spending time with the Word? ദൈവസന്നിധിയിൽ I know സമയം you are. ചെലവഴിക്കുകയാണോ? Hallelujah. ആമേൻ. Praise God. സ്തോത്രം. If you are truly born again, if Jesus Christ is the Lord of your life, you will automatically be led to read the Word of God. ആമേൻ. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവാണെങ്കിൽ, നിങ്ങളെ സ്വാഭാവികമായി പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലേക്ക് കൊണ്ടുപോയിരിക്കും. Hallelujah. Because Jesus is revealed through the Word of God also. ആമേൻ. കാരണം യേശു ദൈവത്തിന്റെ വചനത്തിൽ കൂടിയും വെളിപ്പെടുന്നു. Hallelujah. സ്തോത്രം. A mark of a person who is born again, there are 2 very clear marks he has. Number 1, he will be a praying person and he will be a meditating person. ആമേൻ ആമേൻ. വീണ്ടും ജനിച്ച ഒരു ദൈവവചനത്തിന്റെ 2 അടയാളങ്ങൾ ഇതായിരിക്കും. ഒന്ന്, ആ വ്യക്തി പ്രാർത്ഥനാ നിരതനായിരിക്കും. രണ്ടാമത് ദൈവത്തിന്റെ വചനത്തിൽ സമയം ചെലവഴിക്കുന്നു. That means Christ is inside him. അതിന്റെ അർത്ഥം അങ്ങനെയാണ് അവന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന് തെളിയുന്നത്. Stay with me, people of God. മനസ്സിലാവുന്നുണ്ടോ? Come under the covering of God. യേശുവിന്റെ കവറിംഗിലേക്ക് വാ. Every commitment that you have made before God, God takes it seriously. ആമേൻ. നമ്മളൊരു പക്ഷേ സീരിയസ് ആയിട്ട് അല്ലാതെ പോലെയും ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ ദൈവം സീരിയസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. But he says, I want to feed you. ഞാൻ നിന്നെ പോഷിപ്പിക്കാം. This word I said came from the Lord straight. I'm telling you, children, the Lord wants to feed you personally. ഹല്ലേലൂയ. ദൈവം നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ തന്ന വചനമാണ്. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ പരിപോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. When he feeds you, ഹല്ലേലൂയ. you become so healthy. ദൈവം നമ്മളെ പോഷിപ്പിക്കുമ്പോഴുള്ളൂ നമ്മൾ ആരോഗ്യമുള്ളവരാകും. Hallelujah. Praise God. Are you with me? Thank you, Lord. Come under the covering of the Holy Ghost. ഓ പരിശുദ്ധാത്മാവിന്റെ കുടക്കീഴിലേക്ക് വാ. Be born again. വീണ്ടും ജനിക്ക്. The next step in coming under the covering. കവറിംഗ് വരുന്നതിന്റെ അടുത്ത പടി Who can tell me? ആർക്ക് പറയാൻ It പറ്റും? is obedience, a lifetime of obedience. ജീവിതകാലം മുഴുവനുള്ള ഒരു അനുസരണം. Lord, whatever you say, I will obey. കർത്താവേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. Whatever you say, I will obey. അങ്ങ് എന്നോട് എന്ത് പറഞ്ഞാലും അനുസരിക്കാം. Will you get on the keyboard? You're Thank you, getting into Jesus. attack സ്തോത്രം now. സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. കർത്താവേ Praise the Lord. സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Lord, whatever you say, we will obey. കർത്താവേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ You know, when you listen to the word of God, when you read the Bible, precious saints, I want you to develop this attitude. ആമേൻ. നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ഈ മനോഭാവം നിങ്ങൾ വളർത്തണം. Our intelligence may not agree with everything that is written in the word of God. ദൈവവചനത്തിൽ പറയുന്നത് എല്ലാത്തിനോടും ഒരുപക്ഷെ നമ്മുടെ ബുദ്ധി യോജിക്കത്തില്ല. Our experiences may not agree with the preaching. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അനുഭവങ്ങൾ പ്രസംഗത്തോട് ഒരുപക്ഷെ യോജിക്കത്തില്ല. But it is not our agreement that God wants, it is our obedience that God wants. ആമേൻ ആമേൻ. നമ്മുടെ യോജിക്കുന്നതല്ല. It is not your agreement, but your obedience that God wants. നമ്മൾ അതിനോട് യോജിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം, അതിനെ നീ അനുസരിക്കുന്നുവോ എന്നുള്ളതാണ് വിഷയം. Can you close your eyes for a minute? ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. Hallelujah. How many of you are really listening to the word of God? എത്ര പേര് ദൈവവചനം യഥാർത്ഥമായി ഗ്രഹിക്കുന്നുണ്ട്? Lift your hands and praise God. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ചാട്ട് കർത്താവിനെ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. Can we all stand up for a minute? പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ സ്തോത്രം. Only those who can, those who can't, you don't have to. No ആമേൻ ആമേൻ. rules. ഹല്ലേലൂയ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കണമെന്നില്ല. How great is our God. Sing with me, how great is our God. Now we'll see how great is our God.
Church, open your mouth and start singing this song. All of you open your mouths, please. How great is our God. Sing with me. How great is our God. And all will see how great is our God. Is a name above all names. He is worthy of all praise. And my heart will sing, how great is our God. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. It's okay. Just worship. How great thou art. Then sings my soul, my Savior God, to thee. how great thou art. How great thou art. Then sings my soul, My soul, my Savior God, to thee. How great thou art, and how great thou art. Father, in the midst of this meeting, we declare your glory in this place. We declare your presence in this place. Lord, I pray the people will be able to flow along with thy Holy Spirit and power. In the name of Jesus, we bind every resistance. യേശുവിന്റെ നാമത്തിൽ എല്ലാ റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്യും. ദൈവവചനത്തിനെതിരെ നിന്ന് പോരാടുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ, മനുഷ്യ മനസ്സുകളിൽ എതിരെ പോരാടുന്ന ദുഷ്ടശക്തിയെ ബന്ധിക്കുക. സഭയിൽ ചില ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ. ഈ ജനം these people are a blessed people. No weapon that is fashioned against the people shall prosper. I command every ideology to leave in the name of Jesus. Every spirit that tries to make the people deaf and indifferent to the word of God, I cancel your power in the name of Jesus. The Lord shall feed his people. The Lord shall lead his people. The Lord shall lead them to greener pastures. Come on, church, sing with me. Draw me nearer, 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 blessed Lord, to the cross. Put your hands together. And I draw me nearer, 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 blessed Lord, to thy precious bleeding Son. Oh, draw me nearer, 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 blessed Lord, to the cross where thou hast died. Oh, draw me nearer, 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 blessed Lord, to thy precious bleeding Son. I am thine, O Lord, I have heard thy voice, and it told thy love to thee. Oh, but I long to rise in the arms of faith and be closer drawn to thee.
Draw me nearer, you're a blessed Lord, to the cross where thou hast died. Draw me nearer, you're a blessed Lord, to thy precious bleeding side. Consecrate me now To thy service, Lord, by the power of grace divine. Let my soul look up with a steadfast hope, and my will be lost. draw me Nearer, nearer, and a blessed Lord, to the cross where thou hast died. draw me Nearer, and a blessed Lord, to thy precious bleeding side. Church, listen to me. I know you're standing in a church, എനിക്കറിയാം സഭയിൽ നിങ്ങൾ നിൽക്കുക, every one of you. നിങ്ങൾ എല്ലാവരും But I want you to close, all of you, close your eyes. എല്ലാവരും ദയവായി കണ്ണുകൾ അടയ്ക്കണം. And don't think of what is happening around here. നിങ്ങൾ ഇവിടെ എന്താ നടക്കുന്നത് ചിന്തിക്കണ്ട. Ask God to connect you to heaven right now. സ്വർഗ്ഗവുമായി നിങ്ങളെ ബന്ധിപ്പെടുത്തുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കുക. Don't worry about me. Don't worry about Pastor. ആരെയും Don't പറ്റി worry about me. വിചാരിക്കണ്ട. നിങ്ങൾ ദൈവമായിട്ടുള്ള നിമിഷങ്ങൾ, Because God wants to do something supernatural here. അഭൗമികമായ ചില കാര്യം കർത്താവ് ചെയ്യാൻ പോവാ. Hallelujah. ഹല്ലേലൂയ. He wants to touch you. ഓ, നിങ്ങളെ തൊടാൻ യേശു ആഗ്രഹിക്കുന്നു. ഓ, ഹല്ലേലൂയ. യേശു നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. Get connected to Jesus. യേശുവുമായി ബന്ധപ്പെടുക. യേശുവുമായി ബന്ധപ്പെടുക. ഇത് സുപ്രധാന നിമിഷങ്ങളാണ്. He's going to touch you. ഹല്ലേലൂയ. ഓ, Close your eyes. Don't look at me. Close your eyes. All of you. Maybe put them. Close your eyes. All of you children, close your eyes, please. ദയവായി കണ്ണടച്ച്. All of you grown-up people, close your eyes, ഓ, please. മുതിർന്നവർ കണ്ണടക്കുക. ഹല്ലേലൂയ. I'm not going to think of who is here. ആരിവിടെ ഉണ്ടെന്ന് ഞാൻ നോക്കുന്നില്ല. I'm going to move in the presence of the Lord. ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു പോവാ. Jesus is here. യേശു ഇവിടെ ഉണ്ട്. And He wants to move you. നിങ്ങളെ move ചെയ്യാൻ യേശു How ആഗ്രഹിക്കുന്നു. great is my God. ഹല്ലേലൂയ. Sing with me, how great is my God. And all will see how great, Hey, how great is my God. hey, amen. ഹല്ലേലൂയ. Jesus is my God. He's Shiju's God. അത് ശിശുവിന്റെ ദൈവമാ. He is the Father of Jesus. അത് യേശുവിന്റെ പിതാവാ. He is your God. അവൻ നിങ്ങളുടെ ദൈവമാ. Come on, church, ask God for grace right now. കർത്താവിനോട് കൃപ ചോദിക്ക് ഇപ്പോൾ. Hallelujah. ആമേൻ. Lord, let me be touched by you, please. കർത്താവേ, ഞാൻ അങ്ങയെ തൊടട്ടെ. I'm going to now say very gently, okay? ഞാൻ സാവധാനം നിങ്ങളോട് ചോദിക്കാം. Tell him to touch you. No, you tell him to touch. നിങ്ങള് സാവധാനം കർത്താവേ എന്നെ തുടരണേന്ന് പ്രാർത്ഥിച്ചു. Whoever you are, He loves you. നിങ്ങൾ ആരായാലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുക. Whoever you are, നിങ്ങൾ ആരായാലും He is touching you. നിങ്ങളെ അവൻ തൊടുക. Yes, He loves you so much. നിങ്ങളെ ഒത്തിരി സ്നേഹമായി യേശുവിനെ. Sibi, the Lord says that He's hugging you right now. ഓഹോ, ഹല്ലേലൂയ. സിബിമോളെ ഇപ്പോൾ യേശു കർത്താവ് ആലിംഗനം ചെയ്യുക. Yes, I'm going to do whatever the Lord tells me. I may call out names. Amen. Anything can happen. ആമേൻ. എന്തും ഇവിടെ സംഭവിക്കാൻ But കർത്താവ് പറയുന്നത് ഞാൻ ചെയ്യുക. you be connected to Jesus. നിങ്ങൾ യേശുവുമായി ബന്ധപ്പെടുക. He will know your desires. നിങ്ങളുടെ ആഗ്രഹം യേശുവിനെ അറിയാം. He touched me. Oh, He touched me. And all the joy that fills my soul. Grace. Something happened. And now I know He touched me and made me. Oh, don't open your eyes. കണ്ണുകൾ തുറക്കണ്ട ആരും. He touched me. അവൻ എന്നെ തൊട്ടു. He He touched me. Oh, the joy that floods my soul. Something happened, and now I know He touched me and made me whole. Father, in the name of Jesus, let your power come upon this man. Oh, Lord, I'm releasing your power. In the very mighty name of Jesus. He's cleansed by your blood. He trusts you, Lord. Strengthen the inner man. Yes, thank you, Lord, because you're moving him. Moving him. Hallelujah.
Spirit move. I'm calling. Spirit pour out your spirit. Pour out your spirit. Pour out your spirit on me. Pour out your spirit. Pour out your spirit. Pour out your spirit on me. Spirit move in your temple. Spirit move, Spirit move. in my life. Spirit, oh Spirit move. Spirit move. I am here. Pour out your spirit. Thank you for your spirit, Lord. Pour out your spirit. Thank you for your spirit, Lord. Pour out your spirit on me. Pour out your spirit. Would you pour out your spirit? Pour out your spirit on me. Spirit move in your temple. Spirit move in my life. Spirit move, I am calling. Spirit move, I am here. Lord, I need you. Oh, I need you. Every hour I need you. I want defense, my righteousness. Oh God, how I need you. Hallelujah. Oh, I need you. Oh, I need you. Every hour I need you. I want defense, my righteousness. Lord, show me. Oh God, how I need you. Oh, Hallelujah. Hallelujah. Jesus be exalted. Jesus be exalted. Jesus be exalted. Be exalted. I confess, bowing here
People of God, those who are connected to the Lord, I want you to just lift your hands very gently. യേശുവുമായി ബന്ധപ്പെട്ടിരുന്നവർ ദയവായി നിങ്ങളുടെ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. Those who have had the anointing upon your life, on you, നിങ്ങളുടെ മേൽ അഭിഷേകം കർത്താവ് അയക്കും. Thank you, Lord. Hallelujah. you are in His very presence. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. Thank you. There is a word for someone here. ഇവിടെ ഇരിക്കുന്ന ഏതോ ഒരു വ്യക്തിക്ക് കർത്താവ് ഒരു വചനം തരുന്നു. You are on a horseback നിങ്ങളൊരു കുതിരപ്പുറത്ത് ഇരിക്കുക. and you keep falling down. എന്നാൽ കുതിരപ്പുറത്ത് നിങ്ങൾ വീണ്ടും വീണ്ടും താഴെ വീഴുക. And you are trying to get back onto the horse. നിങ്ങൾ ആ കുതിരപ്പുറത്ത് കയറുവാൻ ശ്രമിക്കുകയാണ്. But the message is you don't have to go in that horse anymore. നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ്, ആ കുതിരയുടെ പുറത്ത് ഇനി കയറാൻ നീ ശ്രമിക്കണ്ട. That horse can take you only to certain places. ആ കുതിരയ്ക്ക് നിന്നെ കൊണ്ടുപോകുന്ന സ്ഥലത്തിന് ഒരു പരിധിയുണ്ട്. But if you hand over your life to Jesus today, എന്നാൽ യേശുവിന് നിന്റെ ജീവിതം കൈമാറിയാൽ He will lift you up. അവൻ നിങ്ങളെ ഉയർത്തും. Nobody can even imagine. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായ മണ്ഡലങ്ങളിലേക്ക് യേശു നിന്നെ ഉയർത്തും. What is that horse? എന്താണ് ആ കുതിര? Ask the Lord right now. ആ കുതിര എന്താണെന്ന് കർത്താവേ എനിക്ക് മനസ്സിലാക്കണമെന്ന് കർത്താവിനോട് Say, ചോദിച്ചു. Lord, is this a word for me? കർത്താവേ ഇത് എന്നോടുള്ള ശബ്ദമാണോ? If it is a word for me, reveal it to me, Lord. ഇത് എന്നോടുള്ള ശബ്ദമാണെങ്കിൽ അത് വെളിപ്പെടുത്തി തരണമേ കർത്താവേ. I want to come out of that horse. ഞാനാണെങ്കിൽ ആ കുതിരപ്പുറത്ത് താഴെ ഇറങ്ങാൻ ദൈവം ആഗ്രഹിക്കുന്നു. Hallelujah. Father, we worship you now. We give you all the glory and honor and praise. We love you in Jesus' name. Church, I want you to be seated. Continue to worship, but be seated. ആമേൻ. കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഇരുന്നാലും The Lord has turned up in a very amazing way. പ്രത്യേക രീതിയിൽ കർത്താവ് നമ്മുടെ മധ്യത്തെ സന്ദർശിച്ചു. The Lord has given a word for some of us. നമ്മളെ ചിലർക്ക് കർത്താവ് വചനം തന്നു. Come down from the horse. കുതിരപ്പുറത്ത് താഴെ ഇറങ്ങുക. Hallelujah. സ്തോത്രം. Thank you Jesus. Hallelujah. We love you, Jesus. Hallelujah. If the Lord has been dealing with any of you in a special way now, not yesterday, right now, in the midst of the ministry of the word, I'd ask you to stand up and be connected. If the Lord gave you a word, very specifically, or a vision or a dream, you can stand up and say that. ആമേൻ. കർത്താവുമായി ബന്ധപ്പെടാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോൾ കർത്താവ് നിങ്ങൾക്കൊരു ദർശനമോ വെളിപ്പാടോ ഒരു വചനമോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് എഴുന്നേറ്റ് നിങ്ങൾക്ക് പറയാം. God has touched Sanichan in a very special way today. പ്രത്യേക രീതിയിൽ സന്നിധാനം കർത്താവിനെ തൊട്ടു. You know, that desire, He sees that desire, that longing. ദൈവം ആഗ്രഹിക്കുന്നത് കാണുന്ന, ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. He will never leave you dry. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും വരണ്ടതായിട്ട് അവൻ വിടത്തില്ല. Anybody wants to say that word was for me? ആരെങ്കിലും പറയുന്നുണ്ടോ? ആ കുതിരയുടെ കാര്യം പറഞ്ഞ് എന്റെ വചനമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? The same word can minister to many people. ഒരേ വാക്ക് പലർക്ക് ശുശ്രൂഷയായി തീരാം. Actually, the Lord was telling it in an angry way. Get out of that horse. ആമേൻ. കർത്താവ് കോപിഷ്ഠനായിട്ടാണ് പറഞ്ഞത് ആ കുതിരപ്പുറത്ത് ഇറങ്ങാൻ. Can God speak like that? ദൈവത്തിന് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? Yes, He can. ദൈവത്തിന് പറ്റും. In His church, He's the one who speaks. തന്റെ സഭയിൽ ദൈവമാണ് സംസാരിക്കുന്നത്. Please thank the Lord. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. Continue to some of you who are in the സ്തോത്രം, Spirit. സ്തോത്രം, Some of you, how many of you were worshiping Lord truly? എത്ര പേര് യഥാർത്ഥമായി ദൈവത്തെ ആരാധിച്ച സമയത്ത്? ഹല്ലേലൂയ. Thank you Lord. John, I saw you were getting connected. ഹല്ലേലൂയ. ഞാൻ കർത്താവുമായി ബന്ധപ്പെട്ട് ഞാൻ കാണാനിടയായി. Isn't it right? സ്തോത്രം.
Ask God for more of that. അധികം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കർത്താവിനോട് ചോദിക്കുക. I want to tell families, husbands and wives in this church, കുടുംബങ്ങളോട് പറയട്ടെ, ഭാര്യമാരുടെ ഭർത്താക്കന്മാരോടും, hold hands together and let Jesus be the third person of your family life. Your family life will be beautiful. ആമേൻ, ആമേൻ. ഭർത്താവും ഭാര്യ ഒന്നിച്ച് കരം ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മൂന്നാമത്തെ വ്യക്തി യേശു ആകട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമാണ്. The 3-tier cord cannot be broken. പിന്നെ ചരട് അറ്റുപോവുകയില്ല. I want to tell the young married people in this church, ആമേൻ. ഈ സഭയിലെ യൗവനക്കാരായ ദമ്പതികളോട് പറയട്ടെ, and also those who are going to get married, വിവാഹിതരാകാൻ പോകുന്നവരോടും പറയട്ടെ, do not allow anybody to come into your marriage. നിങ്ങളുടെ Only Jesus must be the third person in your marriage. കുടുംബജീവിതത്തിൽ യേശുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. No daddy, no mummy, no daddy-in-law, no mummy-in-law, Jesus. ആമേൻ, ആമേൻ. അപ്പനും അമ്മയും അമ്മായിയപ്പ അമ്മന് ആർക്ക് സ്ഥാനമില്ല, യേശുവിന് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. You, your spouse, and Jesus. That is the Garden of Eden. ആമേൻ. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും കർത്താവായ യേശു ക്രിസ്തുവും. അതാണ് പറുദീസ, ദൈവത്തിന്റെ തോട്ടം. Hallelujah. I wish somebody preached to us, to me and Reena, that how many years back was that? 18 years ago, 17 years ago. If somebody had taught us this principle, we would not have lost a lot of happiness in our life. 18 വർഷം മുമ്പ് ഈ സത്യം ആരെങ്കിലും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തെ ഞങ്ങൾക്ക് നഷ്ടമാകത്തില്ലായിരുന്നു. But the Lord has given me a promise. ഞങ്ങളിത് താമസിച്ചാണ് പഠിച്ചത്, എന്നാൽ ദൈവം ഞങ്ങൾക്ക് ഒരു വാഗ്ദത്തം തന്നു. The years which the locust has eaten, തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ I'll give it back to you. ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. Actually, this word came for a young man in this church today. ഇന്ന് ഈ സഭയിലെ ഒരു യൗവനക്കാരനാണ് ഇത് മടക്കി ഈ വാക്ക് കർത്താവ് തന്നത്. As I went near him, this word came. The years which the locust has eaten, I will give it back to you. അപകരിച്ച സംവത്സരങ്ങൾ ഞാൻ നിനക്ക് മടക്കി തരും. Yes, God is a restoring God. ദൈവം യഥാസ്ഥാനപ്പെടുന്ന ദൈവമാണ്. Maybe you came into the kingdom of God recently. ഒരുപക്ഷേ ഈ അടുത്ത സമയത്തായിരിക്കും നിങ്ങൾ ദൈവരാജ്യം വന്നത്. There was a lot of family issues before. അതിന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. Let me tell you one thing. ഞാൻ പറയട്ടെ, Jesus is the great healer of families. കുടുംബങ്ങളെ സൗഖ്യമാക്കുന്ന നമ്മുടെ യേശുവാണ്. Yes, He will restore your youth. അവൻ നിങ്ങളുടെ യൗവനത്തെ പുതുക്കും. Hallelujah. ആമേൻ. Maybe you got married in another system. വേറൊരു സമ്പ്രദായത്തിലായിരിക്കും നിങ്ങൾ വിവാഹത്തിൽ പ്രവേശിച്ചത്. Still marriage is ordained by God. I believe that. എന്നാൽ പോലും നിങ്ങളുടെ വിവാഹ ജീവിതത്തെ നിങ്ങളെ ഒന്നിച്ചാക്കിയത് കർത്താവ് തന്നെയാണ്. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുവോ? I believe that. ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു. I got married in another system. ഞാൻ വേറൊരു സമ്പ്രദായത്തിലാണ് വിവാഹിതനായത്. But Jesus has blessed my marriage. എന്നാൽ യേശു എന്റെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിച്ചു. Hallelujah. ആമേൻ. Today I want you to know the Lord has told me. നിങ്ങൾ The Lord has അറിയണം, promised me. നിങ്ങൾ ഇത് അറിയണം, കർത്താവ് The എനിക്ക് kingdom of വാഗ്ദത്തം God, തന്നു. the kingdom of God, my greatest asset will be my Reena. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ രാജ്യത്തിൽ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്റെ ഭാര്യയാണ്. Young people who God is preparing for the ministry. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കർത്താവ് ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നു. When you start loving your wife, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ you will see amazing things happening in the ministry. ശുശ്രൂഷയിൽ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. Amen. സ്തോത്രം. When you talk about the horse, I'm coming to the families. Are you with me, people of God? ആ കുതിരയെ പറ്റി പറയുമ്പോൾ ഞാൻ കുടുംബ പശ്ചാത്തലത്തേക്ക് വരുന്നത്. Husbands, ഭാര്യമാർ, I'm telling you, ഞാൻ നിങ്ങളോട് പറയുകയാണ്, do not replace your wives. Do not see them in the place of your mothers. ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ ദയവായി കാണരുത്. It's a foolish thing to do. അതൊരു വിഡ്ഢിത്തരമാണ്. Your wives are your wives. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയാണ്. They left everything, the comfort of their family, the comfort of their dad, the security that their dads can offer. They left everything, just looking at God and looking at you. ആമേൻ. അവരുടെ ജീവിതത്തിലെ എല്ലാ നിക്ഷേപങ്ങളും എല്ലാ പ്രൊട്ടക്ഷനും ഉപേക്ഷിച്ച് നിങ്ങളെ ആശ്രയിച്ച് യേശുവിൽ ആശ്രയിച്ച് നിങ്ങളുടെ കൂടെ വന്നതാണ്. They may not be perfect. അവർ പൂർണ്ണരായിരിക്കില്ല. ചിലപ്പോൾ They may irritate you. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കോപം കൊണ്ടുവരുന്നുണ്ടായിരിക്കും. They may provoke you. അവർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. They may try to drive you up the wall. ഹല്ലേലൂയ. അവർ നിങ്ങളെ പലപ്പോൾ നിങ്ങളെ വാക്കുകൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും. I'm preaching to myself too. എന്നോടും കൂടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. Amen. ഹല്ലേലൂയ. Hallelujah. Because I know if marriage isn't perfect, if marriage is not 100%, if you are not putting in your best efforts for marriage, God may not be really be pleased. ആമേൻ, ആമേൻ. നമ്മുടെ വിവാഹം പൂർണ്ണമായിട്ടും അത് പൂർണ്ണതയുള്ളതാക്കുവാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദം തോന്നുന്നില്ല. Hello. സ്തോത്രം. Husbands, in the Lord it is our responsibility. ഭർത്താക്കന്മാരെ, കർത്താവ് യേശു, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. Maybe she didn't cook
biryani as your mom made biryani. അമ്മ ഉണ്ടാക്കിയതുപോലെ ഭാര്യ ഉണ്ടാക്കിയ ബിരിയാണി ഒരുപക്ഷെ നന്നായി കാണത്തില്ല. Well, go and live with your mother then. Why did you get married? അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ വിവാഹിതനായത്? അമ്മയുടെ കൂടെ പാർത്താ പോരായിരുന്നു? Hallelujah. സ്തോത്രം. She has left everything to follow you. നിന്നെ പിൻപറ്റുവാൻ അവളെല്ലാം ഉപേക്ഷിച്ചിറങ്ങി വന്നതാണ്. And you need to love her as Christ has loved you. ഹല്ലേലൂയ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവളെ സ്നേഹിക്കണം. I want you to pray for many servants of God. അനേക ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം. Did you know നിങ്ങൾക്കറിയാമോ? a lot of anointed people, many of them famous people, the devil tries to attack them through their wives. ആമേൻ. അനേക അഭിഷിക്തന്മാരായ ശക്തന്മാരായ ദൈവദാസന്മാരെ അവരുടെ ഭാര്യമാരിൽ കൂടെ പിശാച് ആക്രമിച്ചിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. But the Lord has given them victory. എന്നാൽ ദൈവം അവർക്ക് ജയം കൊടുത്തു. It is not easy to live with an anointed man. Did you know that? ഒരു അഭിഷിക്തനോട് കൂടെ ഒരു ഭാര്യയ്ക്ക് താമസിക്കാൻ എളുപ്പമല്ല. He goes at supersonic speed. അദ്ദേഹം വലിയ ജെറ്റിന്റെ സ്പീഡിലായിരിക്കും പോകുന്നത്. Exactly. And the wife sometimes may be going in the speed of a bullock cart. അതേസമയം ഭാര്യ കാളവണ്ടിയുടെ സ്പീഡിലായിരിക്കും പോകുന്നത്. I'm not talking about Reena. ഞാൻ എന്റെ ഭാര്യയെ പറ്റി അല്ല പറയുന്നത്. I know many pastors. You don't know many pastors and their wives. അനേക പാസ്റ്റർമാരുടെ ഭാര്യമാരെ എനിക്കറിയാം. I personally have stood with men of God and seen the plight of servants of God. ഹല്ലേലൂയ. ദൈവദാസന്മാരുടെ കൂടെ നിന്ന് അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. Let us leave the anointed people aside. അഭിഷിക്തന്മാരെ നമുക്ക് മാറ്റി നിർത്താം. Let's take average അത്യാവശ്യ അഭിഷേക brothers and sisters. ആമേൻ. ശരാശരി അഭിഷേകമുള്ള ആളുകളെ ഒന്ന് പരിശോധിക്കാം. The husband is the master of the house. ഭർത്താവാണ് കുടുംബത്തിന്റെ നാഥൻ. In the Lord. കർത്താവ് യേശു. He has to take the decisions in life. അവനാണ് തീരുമാനം എടുക്കേണ്ടത്. Amen. Husbands, let me tell you a secret. Don't tell your wives. ഭാര്യമാരോട് പറയരുത് രഹസ്യം നിങ്ങൾ പറയട്ടെ ഭർത്താക്കന്മാരെ. If in the Lord you take a decision, the Lord will be faithful to bring your wives in discipline. ആമേൻ ആമേൻ. നിങ്ങൾ കർത്താവായ യേശുവിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിലേക്ക് നിങ്ങളുടെ ഭാര്യമാരെ കർത്താവ് കൊണ്ടുവരും. Maybe they act, smart. They think they know everything. They don't. People who show off that they know everything are people who don't know anything. ആമേൻ. ഒരുപക്ഷേ അവരതിനോട് യോജിക്കുന്നില്ലായിരിക്കും എങ്കിൽ പോലും കർത്താവ് അവരെ അതിലേക്ക് കൊണ്ടുവരും. അറിയാമെന്ന് അഭിനയിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഒന്നും അറിയത്തില്ല. I'm going to pray for families today. കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. This church is going to be a family that is full of blessed, a church full of blessed families. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ നിറഞ്ഞ ഒരു സഭയായിരിക്കും. Those of you who are alone or single, ഹല്ലേലൂയ. ഏകരായിരിക്കുന്ന നിങ്ങൾ, you have Jesus, നിങ്ങൾക്ക് യേശു ഉണ്ട്. which is a more blessed state. അത് അധികം അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. You have more time for the Lord and the Lord is with you. Amen. ആമേൻ. അധികം കർത്താവിനോട് സമയം ചെലവഴിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. Wives, submit to your husbands. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങുകയും Love them അവരെ സ്നേഹിക്കുകയും no matter what. എന്ത് സാഹചര്യമാണെങ്കിലും. I want you to know, when you resist your husbands, you do not realize that you are opening a door of a curse upon your children. ആമേൻ. നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നില്ലായിരിക്കും നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ എതിർക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ പിശാച് പ്രവർത്തിക്കുവാൻ ഒരു വാതിൽ തുറക്കുകയാണ്. My sisters, do you want that to happen to your children? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് സംഭവിക്കണോ സഹോദരിമാരെ? Submit to God. ദൈവത്തിന് കീഴടങ്ങുക. Submit to your husbands. നിങ്ങൾക്ക് ദൈവം തന്ന ഭർത്താക്കന്മാർ കീഴടങ്ങുക. All of you submit to godly leadership. ദൈവമാക്കുന്ന നേതൃത്വത്തിന് നമ്മൾ എല്ലാവരും കീഴടങ്ങാം. Are you agreeing with me? നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്. Just quietly lift your hands. താങ്ക് യു. സാവധാനം നിങ്ങളുടെ കരം സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. Let your hands be lifted up to heaven സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളുടെ കരം ഉയരട്ടെ. as a mark of submission, yes, to God. ദൈവത്തിന് നമ്മൾ കീഴടങ്ങുന്നതിന്റെ അടയാളമായി All of us. നാം എല്ലാവരും കരം സ്വർഗ്ഗത്തിലേക്ക് We ഉയർത്തണം. submit to God. നാം ദൈവത്തിന് കീഴടങ്ങുന്നു. He loves us. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. We don't understand everything. എല്ലാം നമുക്ക് മനസ്സിലാകത്തില്ല. Maybe we'll understand some things when we get to heaven. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകും. But when you have lifted your hand, remember, just like Abraham lifted up his hand towards heaven as a pledge. ആമേൻ. എന്നാൽ നാം നമ്മുടെ കരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ അബ്രഹാം ദൈവമേ ഞാൻ നിന്നെ അനുസരിക്കാമെന്ന് സ്വർഗ്ഗത്തിലേക്ക് കരം ഉയർത്തിയതുപോലെ ഉള്ള ഒരു അടയാളമാണ്. I'll be silent for a minute when you lift your hands. നിങ്ങൾ കരം ഉയർത്തുമ്പോൾ ഞാൻ ശാന്തനായി നിൽക്കും. Let the Lord begin to touch you. കർത്താവ് നിങ്ങളെ തൊടട്ടെ. Now, Father, in Jesus' name. Hallelujah. Now with those hands, by faith, ആ കരങ്ങള് വിശ്വാസത്തെ ഭർത്താക്കന്മാരെ ആ കരങ്ങൾ വിശ്വാസത്താൽ എടുത്ത്
Those of you who are near your wives, put your hand on your wives. Husbands, put your hand on your wives, on their head right now. ആമേൻ ആമേൻ. വിശ്വാസത്തോടെ നിങ്ങളുടെ ആ കരങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കരങ്ങളിൽ തലയിലേക്ക് വയ്ക്കുക. Just put it right up on their head. അവരുടെ തലയിൽ നേരിട്ട് വയ്ക്കുക. Yes, don't worry about those who are not nearby. It is all right. അടുത്ത ആളുകളെ ഭർത്താവില്ലെങ്കിൽ കുഴപ്പമില്ല, സാരമില്ല. If they are not here, please bless them in your heart. അവരെ നിങ്ങളുടെ അടുത്തിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ഹൃദയത്തിൽ അവരെ അനുഗ്രഹിക്കുക. And husbands, bless your wives. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ അനുഗ്രഹിക്കുക. Unconditionally bless ഒരു them. വ്യവസ്ഥയും കൂടാതെ ഇപ്പോൾ അവരെ തുറന്ന് അനുഗ്രഹിക്കുക. Come on, bless them. Thank God for what they are to you. അവർ നമുക്ക് എന്തായിരിക്കുന്നു അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുക. They left everything to follow you. നിങ്ങളെ പിൻപറ്റുവാൻ അവർ സകലതും ഉപേക്ഷിച്ച് പുറപ്പെട്ടതാണ്. They gave birth in pain to your children. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ വേദനയോടെ പ്രസവിച്ചതാണ്. They took care of your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് അവർ പോറ്റി വളർത്തുന്നത്. They have many times danced to your whims and fancies. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പലപ്പോഴും അവർ തുള്ളിയിട്ടുണ്ട്. Even when they were not well, they have gone out of the way to bless you. അവർക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥയും ഉണ്ടായിരുന്നപ്പോൾ പോലും അവർക്ക് കഴിവിന്റെ പരമാവധി അപ്പുറമായി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. Yes, thank the Lord for what they are. ഹല്ലേലൂയ. അവർ നിങ്ങൾക്ക് എന്തായിരിക്കുന്നു അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുക. താങ്ക് യു. Bless them, come on. അവരെ അനുഗ്രഹിക്കുക ഹൃദയം തുറന്ന്. If you have words specifically, tell it to them. Tell them if you want to. Tell them that you really love them. Yes, in the presence of God, that holy love. Tell them that you have tried to take care of them, but you have failed many times. But God will lift you up. അവരോട് പറയുവാൻ നിങ്ങൾക്ക് വാക്കുകളുണ്ടെങ്കിൽ അവരോട് പറയാം. അല്ലെങ്കിൽ കർത്താവേ, എനിക്ക് എൻ്റെ ഭാര്യയെ ശരിയായ രീതിയിൽ സ്നേഹിക്കാൻ കഴിയാതിരുന്നു എന്നുള്ള വിവരം കർത്താവിനോട് ഏറ്റു പറയാം. നിരപ്പ് പ്രാപിക്കാം. Tell them if you have the guts. Tell them like this. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം. When you go back home today, വീട്ടിൽ പോകുമ്പോൾ my love for you has sometimes only been from the flesh. I ask you, I've been selfish and self-centered, but I want to ask you forgiveness. ആമേൻ. I acknowledge that you are a child of God. I acknowledge that you are an equal vessel in the kingdom of God. And I'm taking away every bondage of culture. I don't want the Indian culture or the Pakistani culture or the Asian culture where women are always snubbed down and pushed down and treated like servants and treated like glorified servants. In the mighty name of Jesus, we cancel that spirit. Every born again child of God, man and woman, carry the same anointing, carry the same Christ. In Christ Jesus, there is neither bond nor free, neither man or woman, but Christ all in all, His Spirit. And in this world, God has so ordained that the wife take the second place along with her husband in the front seat when he will drive and she will sit by his side, and they will have a fellowship that is godly. That is what God desires. You can say that to your wives. Tell them that you will love them no matter what. ആമേൻ. വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഭാര്യമായിട്ട് തുറന്നു പറയാം, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നമ്മളൊരു സംസ്കാരത്തിനും അധീനപ്പെട്ടവരല്ല. ഭർത്താവിനെ ഭാര്യയെ താഴ്ത്തി കാണുന്ന മനോഭാവം പല രാജ്യങ്ങളിലുമുണ്ട്. നമ്മൾ ആ സമ്പ്രദായത്തിന് കീഴ്പ്പെട്ടവരല്ല. എൻ്റെ തുല്യ പങ്കാളിയാണ്, എന്നെ പോലെ തന്നെ ദൈവം സ്നേഹിക്കുന്ന എൻ്റെ തുല്യ പങ്കാളിയാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയെ എൻ്റെ ദൈവം എനിക്ക് തന്നു, അതെനിക്ക് വലിയ പദവിയാണ്. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾക്ക് അവരോട് തൻ്റെ ഇടമായിട്ട് വിളിച്ചു പറയും. Now, husbands and wives, and all of you parents, ഭാര്യ ഭർത്താക്കന്മാരും എല്ലാ മാതാപിതാക്കളുമേ, bless your children now. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കുക. Start blessing your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുക. If you bless, your children will be blessed. നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Don't curse your children even once. ഒരിക്കൽ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദയവായി ശപിക്കരുത്. Even once. ഒരിക്കൽ പോലും. Come on, bless your children. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. All of you children, I want you to stand up for a minute. All the children in the church. എല്ലാ കുഞ്ഞുങ്ങളും ദയവായി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. Just stand. The children, only the children. കുഞ്ഞുങ്ങൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് And നിന്നേ. you can stand up with Joshua. ഹല്ലേലൂയ. And if you're carrying, any of you here carrying, and if you want to stand up, you can. ആമേൻ. Yes. ഹല്ലേലൂയ. All the ഹല്ലേലൂയ. children, I said, under 35 years. ഹല്ലേലൂയ. All the unmarried people. ഉദരത്തിൽ കുഞ്ഞുങ്ങളുള്ള ആരെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ താല്പര്യപ്പെടാം. Yes. അല്ലാതെ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. And also anybody expecting babies, yes, you can all stand up. കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. Church, bless. കുഞ്ഞ് സഭയെ അനുഗ്രഹിക്കുക. Bless them. അവരെ അനുഗ്രഹിക്കുക. That's the next generation. അതാണ് അടുത്ത തലമുറ. That's the next generation. That's my next generation. Thank you, Lord. It is revealed in the presence of God.
What a blessing it is. Father, we commit these children into your hands. Every one of them. You're raising up a new generation. We bless them. Use them unconditionally. Prepare their hearts to serve you. Prepare their hearts to love you. You take the glory. I thank you, Father. Thank you, blessed Father. Thank you, Jesus. We bless them in Jesus' name. Amen. Please be seated. ഇരുന്നാലും Hallelujah. താങ്ക് യു ഫാദർ. We want to continue. We'll stop at the right time. തക്ക സമയത്ത് നമ്മൾ You നിർത്തും. know, we just do as the Lord leads us. Is that okay? കർത്താവ് നയിക്കുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് സമ്മതമാണല്ലോ. You coming on a Sunday morning, the Lord wants to bless you and release you. ആമേൻ. നമ്മൾ ഞായറാഴ്ച വരുമ്പോൾ നമ്മളെ അനുഗ്രഹിച്ച് അയക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. Here is when you go and see a doctor, the doctor sometimes gives you remedies. ആമേൻ. നമ്മൾ ഡോക്ടറുടെ അടുക്കൽ പോകുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ ചില പ്രതിവിധികൾ തരും. After the surgery, he says, use some medicines. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ മരുന്ന് ഉപയോഗിക്കാൻ പറയും. I'm going to give you some medicines. ഞാൻ ചില മരുന്ന് തരാൻ പോവാ. Amen. സ്തോത്രം. താങ്ക് യു. Number 1, Psalms 1. Don't take it. You know Psalms 1. ആമേൻ. ഒന്നാം സങ്കീർത്തനം. Proverbs 30. സദൃശവാക്യങ്ങൾ 30. Husbands, every day morning, take Proverbs 30 and read it over your wives. ആമേൻ. ഓരോ ദിവസവും സദൃശവാക്യങ്ങൾ 30 എടുത്തിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മേൽ അത് വായിക്കുക. No future wives at the moment. Only those who are married. Praise God. ഭാവിയിൽ ഭാര്യമാരാകാനുള്ളവരല്ല, ഇപ്പോൾ വിവാഹിതരായവർ മാത്രം. Okay. And wives, ഭാര്യമാർ. bless your husbands with Psalms 1. ആമേൻ. ഹല്ലേലൂയ. ഒന്നാം സങ്കീർത്തന പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കുക. Whatever your husband does shall prosper. നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നതൊക്കെയും സാധ്യമാകട്ടെ. Can you give me Psalms 1? സംസോൻ. Thank you. All of you take Psalms 1 for a minute. I'm going to tell you how to declare that praise and promise. അതെങ്ങനെയാണ് നമ്മൾ പ്രഖ്യാപിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഒന്നാം സങ്കീർത്തനം എടുത്തേ. Do it every day. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യമാണ്. 3 ഗുളിക ആഹാരത്തിന് മുമ്പ് വെള്ളത്തോടൊപ്പം എന്ന് പറയുന്ന പോലെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. Thank you. You get it? Just help. ഹല്ലേലൂയ. Blessed is the man ആമേൻ ആമേൻ. that walks not in the counsel of the ungodly, nor sits in the seat of the scorners, nor stands in the way of sinners. But his delight is in the law of the Lord, and in his law doth he meditate day and night. And he shall be like a tree planted by the rivers of water, that brings forth his fruit in his season. His leaf also shall not wither, and whatsoever he doth prosper. Now when Reena reads it, blessed is my husband, Shiju, who walks not in the counsel of the ungodly, nor stands in the way of sinners, nor sits in the seat of scornful. But Shiju's delight is in the law of the Lord. And in his law doth Shiju meditate day and night. And Shiju shall be like a tree planted by the rivers of water, that brings forth his fruit in his season. Shiju's leaves shall not wither, and whatever Shiju does shall prosper. ആമേൻ ആമേൻ. എൻ്റെ ഭാര്യ ഈ സങ്കീർത്തനമെടുത്ത് വായിക്കുമ്പോൾ ഞാൻ എന്നുള്ള പുരുഷൻ്റെ പേര് പറഞ്ഞിട്ട് ഹി അല്ലെങ്കിൽ ദിസ് മാൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് എൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ അനുഗ്രഹിക്കുക. Hallelujah. Can you not do that? അത് എളുപ്പമുള്ള കാര്യമല്ലേ? Can do that. Jesse, you can do that. No? Yeah. താങ്ക് യു ലോർഡ്. Yes. Proverbs 30. 30 സദൃശവാക്യങ്ങൾ 30. That's yes. Go down. Proverbs 31. See, my dad does it for my mom all the time. Maybe that's why they remember that. Proverbs 30. Praise the Lord. Now look at that. Go down. Come down. Who can find a virtuous woman? So this is the way I will bless Reena. I have found a virtuous woman. Her name is Reena. Her price is far above rubies. My heart safely trusts in her, and I shall have no need of spoil. She will do me, Reena will do me good and not evil all the days of her life. I can add there my wife's name and bless her. ആമേൻ ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ സാമർത്ഥ്യമുള്ള ഭാര്യയാണ് എന്ന് പറഞ്ഞ് ആ ഭാര്യയുടെ പേര് പറയുന്നിടത്തെല്ലാം നിങ്ങളുടെ ഭാര്യയുടെ പേര് ചേർത്ത് നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കാം. Now unmarried young people, don't get ideas. Don't go around declaring words of God. At the right time,
The Lord will bring the right kind of person after you're married. You do it. Amen. ആമേൻ, ആമേൻ. അപ്പോൾ അവിവാഹിതരായിട്ടുള്ള യൗവനക്കാർ ഈ വാക്കുകൾ ഉച്ചരിക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. കർത്താവ് തക്ക സമയം നിങ്ങൾക്ക് തുണകളെ തരും. അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം. Okay. Now listen. I want you to see something. Okay. ഒരു കാര്യം നിങ്ങൾ What is the word today? ഇന്ന് ദൈവം തന്ന വചനം എന്താണ്? Come under the covering. Yes. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ കൊടി കീഴിലേക്ക് വരിക. കൊടയുടെ കീഴെ വരാനല്ലേ? Okay. Remember what happened right now? ഇപ്പോൾ എന്ത് സംഭവിച്ചു? You have come under. This is a spiritual covering. ഇതൊരു ആത്മീയ കുടയാണ്. Husbands submitted to the wives. The family coming under the covering of Jesus. That is the outworking of the message God wanted to give you, and He did it. I never planned anything like this. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന സന്ദേശം ഇതാണ്. ഭർത്താക്കന്മാരുടെ കവറിങ്ങിലേക്ക് ഭാര്യ കടന്നു വരുമ്പോൾ, നേതൃത്വത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ, നമ്മൾ ദൈവിക അധികാരത്തിന് കീഴടങ്ങുകയാണ്. തമ്പുരാനാണ് ഈ മെസ്സേജ് ഈ രീതിയിൽ ഇങ്ങനെ He demonstrated His word through power, through blessings. ആമേൻ. അനുഗ്രഹത്താലും ദൈവശക്തിയാലും ദൈവത്തിന്റെ വചനം ദൈവം നമ്മുടെ മുമ്പിൽ നിവർത്തിച്ച് കാണും. See, maybe we both can stand here and preach for another half an hour. അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ But പറ്റും. the Holy Spirit has done greater things Amen. by these things. ആമേൻ. എന്നാൽ അതിലുപരിയായി അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവ് അല്പസമയം കൊണ്ട് ചെയ്തു. That is the ministry of the new covenant. അതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. Sometimes it comes through the word. ചിലപ്പോൾ വചനത്തിൽ കൂടെ വരും, Sometimes it happens like this. ചിലപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മ നിയോഗപ്രകാരം നടക്കും. I said that to prepare you for greater things to come. ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? വലിയ കാര്യങ്ങൾക്കായി നിങ്ങളെ ഒരുക്കാൻ. It's not a lengthy message all the time that does things like that. ആമേൻ. എപ്പോഴും ദീർഘമായിട്ടുള്ള സന്ദേശങ്ങൾ ആവശ്യമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. You know what I was planning to preach today? എന്താണ് ഞാൻ പ്രസംഗിക്കാൻ Planning to preach about ആഗ്രഹിച്ചത്? grace. കൃപയെ പറ്റി പറയാൻ ആഗ്രഹിച്ചു. Hallelujah. ആമേൻ. Yes, it's all prepared, about 8 points and everything is there. Everything God said you can put it in, keep it in your iPad. I have other things for my children. Hallelujah. ആമേൻ. ഞാൻ അനേക പോയിന്റുകളെ കുറിച്ചുകൊണ്ട് വന്ന ദൈവം പറയുന്നത് മാറ്റിവേ, എന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്ക് വേറെ വചനമുണ്ട്. Did God speak to you? ദൈവം നിങ്ങളോട് സംസാരിച്ചോ? Yes or no? Yes or no? If God spoke to you, lift your hands and give Him glory. കാരണം ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. Tremendous healing has taken place. വളരെ സൗഖ്യം ഇന്ന് നടന്നിട്ടുണ്ട്. Okay, I have to deal with one more thing. ഒരു കാര്യം കൂടെ പറയണം. We normally stop at 12:30. സാധാരണ 12:30 Last നിർത്തുന്നത്. week I stopped at 12. കഴിഞ്ഞ ആഴ്ച നേരത്തെ നിർത്തി. So today we'll stop at 12:30. Amen. അത് ഇന്ന് 12:30 നിർത്താം. Okay? I want to explain to you about this horse thing. ഹല്ലേലൂയ. ആ കുതിരയെ പറ്റി ഒന്ന് വിശദീകരിക്കാം. Because the word came for many of us. നിങ്ങൾ പലർക്കും ആ വചനം വന്നു. Okay, so I'm going to explain that. അതിനെ ഒന്ന് വിശദീകരിക്കാം. Acts, turn with me kindly to Acts, book of Acts. ദയവായി അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് നമുക്ക് നോക്കാം. Chapter 9. 9-ാം അധ്യായം. This is a situation where the great apostle Paul has fallen down from the horse. ആമേൻ. മഹാനായ അപ്പോസ്തലനായ പൗലോസ് കുതിരപ്പുറത്ത് നിന്ന് വീണ ഭാഗം അവിടെ നമുക്ക് കാണാം. Amen. Acts chapter 9 verses 1 onwards. അപ്പോസ്തലപ്രവൃത്തി 9:1 മുതലുള്ള വാക്കുകൾ. Saul, breathing out threatenings and slaughter against the disciples of the Lord, went unto the high priest and desired of him letters to Damascus to the synagogues, that if he found any of this way, whether they were men or women, he might bring them bound unto Jerusalem. And as he journeyed, he came near Damascus, and suddenly there shined round about him a light from heaven. And he fell to the earth, and heard a voice saying unto him, Saul, Saul, why do you persecute me? And he said, Who are you, Lord? The Lord said, I am Jesus whom you persecute. It is hard for you to kick against the gods. And he trembled, and as trembling and astonished said, Lord, what will you have me to do? And the Lord said unto him, Arise, and go into the city, and it shall be told thee what we must do. Sanijan said the same thing. Lord, I commit myself completely to you. It came from the Spirit. Praise the Lord. ആമേൻ, ആമേൻ. സന്നിധാനം അതേ കാര്യം ദൈവത്തിൽ ഏറ്റുപറഞ്ഞു, കർത്താവേ ഞാൻ അങ്ങ് പൂർണ്ണമായി കീഴടങ്ങുന്നു. ശൗൽ പറഞ്ഞതുപോലെ പറയാനിടയായി. Where does it say here that Saul fell from a horse? കുതിരപ്പുറത്തുനിന്ന് ശൗൽ വീണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Now the same thing, let us look into. It doesn't say here. ഇവിടെ Does it say here? No. Let's look to Acts 21. Mama, നോക്കിക്കേ. ആമേൻ, ആമേൻ. Look to Acts 21, church. Let's learn the scriptures also. നമുക്ക് തിരുവചനവും പഠിക്കാം. There also Paul says the same thing. അവിടെ അപ്പോസ്തലൻ അതേ കാര്യം പറയുന്നു. 22, I think. 22 verse 6 onwards. ആമേൻ. അപ്പോസ്തലൻ 22:6 മുതലുള്ള വാക്യങ്ങൾ. I'm going to read it.
And it came to pass that as I made my journey and was come nigh unto Damascus about noon, suddenly there shone from heaven a great light around me. And I fell unto the ground and heard a voice saying unto me, Saul, Saul, why do you persecute me? And I answered, Who are you, Lord? And he said, I am Jesus of Nazareth, whom you persecute. And they that were with me saw indeed the light, and were afraid, but heard not the voice of him that spake. And I said, What shall I do, Lord? And the Lord said unto me, Arise, go into Damascus, and there it shall be told thee of all things that are appointed for thee to do. Again, where is the horse mentioned? അവിടെ കുതിരയെ പറ്റി എവിടെയാണ് എഴുതിയിരിക്കുന്നത്? There is no horse mentioned there. കുതിരയെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ല. We have assumed that Paul was, right? Did you always think that it was a horse, Sini? Where is it written about a horse? No. We all have the same Bible, right? Malayalam, English, Urdu, Hindi, whatever. Read that part. Is a horse mentioned anywhere? കുതിര എന്ന് പ്രത്യേകം അവിടെ ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കി. What is your idea, Mama? You also felt it was a horse, right? I have always felt it was a horse. But when it was reading, I don't see a horse. ആമേൻ. കുതിരയാണ് നമ്മളെല്ലാം ഗ്രഹിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ വായിച്ചപ്പോൾ കുതിരയുടെ കാര്യം കണ്ടില്ല. 2. രണ്ടാമത് The Jewish people hardly used the horse. യഹൂദന്മാർ സാധാരണ കുതിര ഉപയോഗിക്കാറില്ല. They used to walk mostly. അവർ കൂടുതലായിട്ടും നടക്കുകയാണ് ചെയ്യുന്നത്. Then why did the idea of the horse ever come into our minds? കുതിരയുടെ ഈ ആശയം എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? Because he fell down, it says. ഹല്ലേലൂയ. അവൻ താഴെ വീണു എന്ന് എഴുതിയിട്ടുണ്ട്. If he has to fall down, it has to be from a horse. താഴെ വീണത് വീണു എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് കുതിരപ്പുറത്ത്. At the moment, the scripture does not say anything about a horse. ദൈവവചനം അങ്ങനെ പറയുന്നില്ല. Amen. ഹല്ലേലൂയ. So this morning, when you talk about a horse, രാവിലെ കുതിരയെ പറ്റി നമ്മൾ പറയുമ്പോൾ I want you to know the horse stands for every power that comes from the flesh. ആമേൻ ആമേൻ. കുതിര എന്ന് പറയുമ്പോൾ ജഡത്തിൽ നിന്ന് വരുന്ന ആ ശക്തിയുടെ പൂർണ്ണതയെ കാണിക്കുന്നു. You know, we can preach a message of sitting on a horse. കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവവചനം പ്രസംഗിക്കാൻ പറ്റും. Amen. സ്തോത്രം. Do you know that? നിങ്ങൾക്ക് അറിയാമോ? You can preach, you can pray for people sitting on a horse. കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. Yeah. We can go to church on a horse. കുതിരപ്പുറത്ത് സഭയിൽ പോകാൻ പറ്റും. Church. സഭയിൽ. What is that horse? എന്താണ് ആ കുതിര? That horse is whatever we are used to from the time we are born. There is a certain habit, certain perspective, certain ideas which we are so used to, which we don't want to get rid of. ആമേൻ ആമേൻ. നമ്മുടെ ജനനം മുതൽ ബാല്യം മുതൽ നമ്മൾ അനുഭവിച്ചിരുന്ന നമ്മൾ അല്ലെങ്കിൽ പ്രയോഗിച്ചു വരുന്ന ചില മനോഭാവങ്ങൾ, ചില ആശയങ്ങൾ, അതിൽ നാം വിടുതൽ പ്രാപിക്കാൻ നമുക്ക് മനസ്സില്ല. അങ്ങനെയുള്ള കാര്യമാണ് ഈ കുതിര. That is our strength. അത് നമ്മുടെ സ്വയശക്തിയാണ്. Hallelujah. Praise the Lord. Amen. Let me give you a deep example. ഹല്ലേലൂയ. ആഴമുള്ള ഒരു ഉദാഹരണം പറയാം. I'm a man God has called into the ministry. എന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ച Supposing somebody calls me just to go into a prayer meeting. ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ചുമ്മാ പോകാൻ എന്നെ വിളിച്ചാൽ Somebody else is preaching there. വേറൊരാൾ പ്രസംഗിക്കുക. If I am on a horse, ഞാനൊരു കുതിരപ്പുറത്താണെങ്കിൽ I will want to preach. എനിക്ക് പ്രസംഗിക്കണം. Are you with me? മനസ്സിലാവുന്നുണ്ടോ? Maybe they just invited you to come and sit there. ഒരു പക്ഷേ അവിടെ വന്ന് ഒരു കാഴ്ചക്കാരനായി But ഇരിക്കാനായിരിക്കും. let us say I become a reputed preacher, ഒരു പക്ഷേ ഞാൻ പ്രസിദ്ധനായ പ്രസംഗനായിരിക്കാം. and because they invited me, I must get at least 5 minutes. അവരെന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞ 5 മിനിറ്റിൽ തരണം. If they don't allow me to preach for 5 minutes, then I get upset. 5 മിനിറ്റെങ്കിലും തന്നില്ല എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. Why? എന്തുകൊണ്ടാ? My ability to preach has become a matter of pride, a matter of acceptance, a matter of security, a matter of significance for me. ആമേൻ. എൻ്റെ പ്രസംഗിക്കുവാനുള്ള പാഠവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർവ്യാപാരമായി എന്നിൽ വന്നിരിക്കുക. That's the flesh, that is the horse. അതാണ് കുതിര, അതാണ് ജഡം. Hello. സ്തോത്രം. Are with me? ഹല്ലേലൂയ. Some horses have to go away forever. നമ്മൾ ഇന്ന് ചില കുതിര എന്നേക്കായി പോയേ പറ്റൂ. Hallelujah. സ്തോത്രം. Competition മത്സരം is another horse. വേറൊരു കുതിരയാണ്. There are two powerful moves in India at the moment where I come from. നമ്മൾ കടന്നു വന്ന ഇന്ത്യയിൽ ശക്തമായ ദൈവാത്മാവിന്റെ മൂള് നടന്നുകൊണ്ടിരിക്കുക. You know, I've been observing both these men. ഈ രണ്ട് ദേവദാസന്മാരെ ഞാൻ നിരീക്ഷിക്കുക. Both of them are likely to come there here. അവര് രണ്ടുപേരും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. And one of the men was saying once in a TV, why should I do something for the sake of proving something to someone? I have no, you know, his spirit was, I don't have any competition with anyone. അദ്ദേഹം എങ്ങനെ പറയാനിടയിൽ തീർന്നു, എന്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിച്ചിട്ട് എനിക്ക് എന്ത് സാധിക്കാനാണ്? അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ആരോടും ഒരു മത്സരവും
ദൈവമില്ല. What is the motivation behind your activities? നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? Amen. എന്തിനു വേണ്ടി? For example, in ministry, ഉദാഹരണത്തിന് ശുശ്രൂഷയിൽ I see some powerful man of God, having crusades all over the world. I also want to do the same thing. I am also anointed. I also have the same gifts. I can also bring in the presence of God among the people. അനേക ദേവദാസന്മാർ ലോകത്തിൽ ക്രൂസുകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കും അതുപോലെ ചെയ്യാനുള്ള ആഗ്രഹം, എനിക്കും അഭിഷേകമുണ്ട്, എന്നിലും ദൈവത്തിന്റെ കൃപാദാനങ്ങളുണ്ട്, ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ എനിക്കും കഴിയും. That imitation, ആമേൻ. അതിനെ പിൻപറ്റാനുള്ള ആഗ്രഹം, that is the flesh. അത് ജഡമാണ്. That is not from that is the horse which we had to come out. ആ കുതിരപ്പുറത്ത് നമ്മൾ ഇറങ്ങിയേ പറ്റൂ. Or competition is another area. വേറൊരു ഭാഗത്ത് മത്സരം ഉണ്ടാകാം. Or certain way of looking at things. നമ്മുടെ കാര്യങ്ങളെ കാണാനുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട്. No. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ആദർശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്തൊന്നും ഞാൻ മാറുന്ന പ്രശ്നമില്ല. That is also a horse. Nobody can change me. I am going to walk only in this way. This is also a horse. That's a horse. അതൊരു കുതിരയാണ്. Jesus cannot use people who are on a horse. കുതിരപ്പുറത്തിരിക്കുന്നവരൊക്കെ യേശുവിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. But Jesus can use a donkey. എന്നാൽ ഒരു കുതിരയെ യേശുവിന് ഉപയോഗിക്കാൻ പറ്റും. Big difference. അല്ല സോറി, കഴുതയെ ഉപയോഗിക്കാൻ പറ്റും. It's a big difference between a donkey and a horse. കുതിരയും കഴുതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. When you tell the donkey come right here, he'll come like this. ആമേൻ ആമേൻ ഹല്ലേലൂയ. കഴുത ഇവിടെ വരാൻ പറഞ്ഞാൽ ഓടി വരും. Did you know that Jesus used only a donkey? നിങ്ങൾക്ക് അറിയാമോ കഴുതയെ മാത്രമേ യേശു ഉപയോഗിച്ചുള്ളൂ? Yes. ഹല്ലേലൂയ. Why not a horse? എന്തുകൊണ്ട് കുതിര ഉപയോഗിച്ചില്ല? I'll tell you why. ഞാൻ പറയാം. If Jesus were to sit on the donkey will start taking Jesus off. ആമേൻ. He'll start യേശു pushing Jesus off. കുതിരപ്പുറത്തിരുന്നേ യേശുവിനെ ഒരുപക്ഷേ കുതിര കുടഞ്ഞു കളഞ്ഞു. The donkey was not like that. എന്നാൽ കഴുത അങ്ങനെയല്ല. Jesus was the first person who sat on the donkey. Remember? ആദ്യമായിട്ട് കഴുതയുടെ മുഖത്ത് വാഹനമേറിയത് യേശുവാ. He was always like that. അങ്ങനെയായിരുന്നു യേശു. Amen. Amen. What is the attitude that we have which Jesus cannot be upon us all the time? ആമേൻ. നമ്മുടെ മേൽ യേശുവിന് വാഹനമേറുന്നതിന് എപ്പോഴും വാഹനമേറുന്നതിന് തടസ്സമായിട്ടുള്ള എന്ത് മനോഭാവമാണ് എന്നിലുള്ളത്? Tell it to Jesus. He will reveal it and you will forsake it. ആമേൻ. ആ വിഷയം യേശുവേ ഒന്ന് വെളിപ്പെടുത്തി തരണമേ നമ്മൾ യേശുവിനോട് പറഞ്ഞാൽ യേശു അത് വെളിപ്പെടുത്തി തരും. Because it is this horse that is pulling you away from the presence of God. ഹല്ലേലൂയ. കാരണം ഈ കുതിരയാണ് നമ്മളെ എപ്പോഴും ദൈവസാന്നിധ്യം നമ്മുടെ നിലനിൽക്കുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നത്. In 2009, 2009 I was visiting a Pentecostal church here in Castor. കാസ്റ്ററിൽ ഒരു പെന്തക്കോസ്ത് സഭയെ ഞാൻ സന്ദർശിച്ചു. Nobody knew me. എന്നെ ആരും അറിയത്തില്ല. Somebody invited me. ചിലർ എന്നെ ക്ഷണിച്ചു. They did not know I was a pastor. ഞാൻ പാസ്റ്ററാണെന്ന് അവർക്ക് They അറിയത്തില്ല. invited me. I just stood there. അവരെന്നെ വിളിച്ചതിന്റെ ഫലമായി ഞാൻ പോയി. As the worship was going on, I just prayed. I said, Lord, let your presence and your power come. I don't have to be there in the worship team, but I pray that the worship will come. And that day the worship was beautiful. ആമേൻ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ദയവായിട്ട് അങ്ങയുടെ സാന്നിധ്യം ഇവിടെ പകരണം, ആരാധന ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മുന്നേ പോയി ആരാധനയൊന്നും കൈ കടത്താതെ തന്നെ ദൈവസാന്നിധ്യം അവിടെ കടന്നു വരാൻ ഇടയായി. How is that possible? എങ്ങനെയാണ് സാധിക്കുന്നത്? If you let Jesus be upon your life, wherever you are, He will do things. ആമേൻ ആമേൻ. യേശു നിങ്ങളുടെ മേൽ വാഹനമേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും കാര്യങ്ങൾ നടക്കും. In the kingdom of God, my precious brothers and sisters, never struggle for power or position. Struggle and ask for Jesus. Where Jesus is with you, the power and position will come to you. ആമേൻ ആമേൻ. ദൈവത്തിന്റെ രാജ്യത്തിൽ അധികാരത്തിന് വേണ്ടി സ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരവും പദവിയും വേണ്ടതെല്ലാം സ്വാഭാവികമായി നിങ്ങളെ പിൻപറ്റിക്കൊള്ളും. Children, do you have a competition in school? നിങ്ങൾക്ക് സ്കൂളിൽ ആരുടെയും മത്സരമുണ്ടോ? Do you have competition in your workplace? നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആരുടെയും Many മത്സരമുണ്ടോ? of you in the nursing profession may be finding competition. നഴ്സിംഗ് പ്രൊഫഷനിലുള്ളവർക്ക് ഒരുപക്ഷേ കോമ്പറ്റീഷൻ അനുഭവപ്പെടാം. Don't compete with them. അവരോട് നിങ്ങൾ മത്സരിക്കേണ്ട കാര്യമില്ല. You get out of the horse. നിങ്ങൾ കുതിരയിൽ നിന്ന് പുറത്തിറങ്ങുക. Somebody else will take the battle for you. മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. And he will make you victorious. അവൻ നിങ്ങളെ ജയാളിയാക്കും. Did you understand that? മനസ്സിലായോ? I have 4 more minutes. I have to. The Lord told me till 12:30. That's what I felt. I'm good. Can I go on? Church? Are you getting something? സ്തോത്രം. Amen. Let me tell you another example. താങ്ക് യു. വേറെ ഉദാഹരണം പറയട്ടെ. You know this. I'm telling you again. നിങ്ങൾ അറിയാവുന്ന Actually, this word came very powerfully on the Sunday evening meeting. ഞായറാഴ്ച വൈകുന്നേരത്തെ മീറ്റിംഗ് ശക്തമായി ദൈവത്തിന്റെ ഒരു വചനമാണിത്. Abraham had a promise. അബ്രഹാമിന് ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. That promise would come that he would have a child. തനിക്ക് ഒരു മകനെ കൊടുക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. At the age of 86, 86 വയസ്സിൽ Abraham listened to his wife Sarah, her good idea.
സാറായുടെ നല്ല ആശയത്തെ അബ്രഹാം സ്വീകരിച്ചു. She had a good idea. അവൾക്കൊരു നല്ല ആശയം ഉണ്ടായിരുന്നു. Not a bad idea, it was a good idea. മോശമായ ആശയമല്ല, നല്ല ആശയം. Sarah was 76 years old. ആ സമയത്ത് സാറയ്ക്ക് 76 വയസ്സുണ്ട്. And she knew she could not give birth to a baby. തന്നിൽ കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് തനിക്ക് So അറിയാം. she told Abraham a good thing to do. അതുകൊണ്ട് ഒരു നല്ല സജഷൻ അബ്രഹാമിന് She കൊടുത്തു. said, I have a maid called Hagar. She's from Egypt. She's young and beautiful. So why don't you have a baby through her? സാറ പറഞ്ഞു, എനിക്ക് ഈജിപ്തുകാരിയായിട്ടുള്ള ഹാഗാർ എന്നുള്ള നല്ല ഒരു ദാസിയുണ്ട്, അവളിൽ കൂടെ എന്തുകൊണ്ടൊരു കുഞ്ഞായി കൂടാ. And Abraham said, yeah, it's a good idea. അബ്രഹാം പറഞ്ഞു, നല്ല ആശയമാണ്. But 13 years later, Abraham realized that all good ideas need not be God's ideas. 13 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന് മനസ്സിലായി ആ നല്ല ആശയം ദൈവത്തിന്റെ ആശയമല്ലായിരുന്നു. Good ideas are different from God's ideas. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന നല്ല ആശയങ്ങൾ ആയിരിക്കത്തില്ല ദൈവത്തിന്റെ ആശയങ്ങൾ. Abraham, God called after 13 or 14 years. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം പിന്നീട് സംസാരിക്കുന്നത് 13-14 വർഷം കഴിഞ്ഞ്. And he has a son in Sarah. സാറായിൽ ദൈവം അദ്ദേഹത്തിന് ഒരു മകനെ കൊടുത്തു. The first son was a son that came because of the horse. The second son came because of the donkey, you can say, or because of the promise. ആമേൻ. രണ്ടാമത്തെ കുഞ്ഞ് വാഗ്ദത്തത്തിന്റെ ഫലമായി വന്ന കുഞ്ഞിനെ നമുക്ക് കഴുതയുടെ കുഞ്ഞെന്നല്ല, ഐ മീൻ ആ ഒരു അനുഭവത്തിൽ നമുക്ക് പറയാം. മറ്റേത് കുതിരപ്പുറത്തിരുന്നപ്പോൾ ഉണ്ടായ കുഞ്ഞെന്ന് പറയാം. Hallelujah. Now listen, I want to tell a testimony about the Lord's work in this church. ഹല്ലേലൂയ. കർത്താവ് ഈ സഭയിൽ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെ. In 2011, 2011 a family was asked by their relatives to take their children to see some doctors for help. ആമേൻ, ആമേൻ. 2011 ഒരു കുടുംബം അവരുടെ കുഞ്ഞിനെ ഡോക്ടറുടെ കൊണ്ടുപോകുവാൻ സഹായം ചോദിച്ചു. But the Lord had given them a promise. എന്നാൽ ദൈവം അവർക്കൊരു വാഗ്ദത്തം കൊടുത്തു. And the Lord had given me a promise. എനിക്ക് ഒരു വാഗ്ദത്തം തന്നു. Don't touch the child. കുഞ്ഞിനെ തൊടരുത്. Hallelujah. In faith they waited. വിശ്വാസത്തിൽ അവർ കാത്തിരുന്നു. There were so many easy shortcuts to do things. ഹല്ലേലൂയ. കാര്യങ്ങളെ ചെയ്യാൻ നമുക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. But they waited on the Lord. എങ്കിലും അവർ കർത്താവിനെ കാത്തിരുന്നു. Saying no to a lot of horses. അനേക കുതിരകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാതെ അവരതിനെ എതിർത്ത് നിന്നു. Waiting for the promise of God. ദൈവവാഗ്ദത്തത്തിന് നിവൃത്തിക്കായി കാത്തിരുന്നു. Amen. ഹല്ലേലൂയ. Do you understand what I'm trying to say? പറയുന്നത് മനസ്സിലാവുന്നോ? Wait upon the Lord. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. Though he tarries, he will come. ഓ, താമസിച്ചാലും നിശ്ചയമായിട്ടും അവൻ വരും. He will fulfill his promise. അവന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റും. That is the horse. അതാണ് കുതിര. Why aren't things happening the way we think it is? നമ്മൾ ചിന്തിക്കുന്ന പോലെ എന്താ കാര്യം നടക്കാത്തത്? Wait upon the Lord. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. Oh, I expected some things to happen. ഞാൻ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണല്ലോ. And I tried to do a lot of things. ഞാൻ ഒത്തിരി എന്നെ സ്വയമായിട്ട് ചെയ്യാൻ I ശ്രമിച്ചു. did my best. എന്റെ പരമാവധി ഞാൻ ചെയ്തു. Nothing happened. ഒന്നും നടന്നില്ല. Praise the Lord. ഹല്ലേലൂയ. Because when Jesus begins to come, everything will happen. ആമേൻ. കാരണം കർത്താവ് വരുമ്പോൾ ഏറ്റവും നന്നായിട്ടെല്ലാം നടക്കും. Every failure, എല്ലാ പരാജയങ്ങളും he will turn it around to your victory and his glory. ഓ, നിങ്ങളുടെ ജയമാക്കി തന്റെ മഹത്വമാക്കി അതിനെ കർത്താവ് തീർക്കും. Anybody here who has been defeated? പരാജയപ്പെട്ടവരുടെ ഉണ്ടോ? Anybody here who has ever been defeated in anything in life? ജീവിതത്തിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടവരുണ്ടോ? Don't give up. വിട്ടുകൊടുക്കരുത്. Give that to Jesus now. ഓ, ആ പരാജയം യേശുവിൽ നിന്ന് കൈമാറിക്കേ. ഹല്ലേലൂയ. I tell you, in my life, എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, he's a master builder in converting your failures into amazing victories in the name of Jesus. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവനെ പോലെ പരാജയങ്ങളെ വലിയ ജയമാക്കാൻ കഴിയാവുന്ന വേറൊരു ശില്പിയില്ല. വലിയ ഒരു പരാജയങ്ങളെ ജയമാക്കുന്ന ഒരു ശില്പിയാണ് നമ്മുടെ യേശു. His time is the best time. അവന്റെ സമയമാണ് ഏറ്റവും നല്ല His സമയം. ways are the best ways. അവന്റെ വഴികളാണ് ഏറ്റവും ശ്രേഷ്ഠം. Hallelujah. If you think you lose time, who do you think is going to restore it to you? The one who said, I will restore to you the years that is eaten by the locust. ആമേൻ. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ കർത്താവാണ് വാക്ക് പറഞ്ഞത്, വെട്ടുകളിൽ തുള്ളനും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ ഞാൻ നിനക്ക് യഥാസ്ഥാനപ്പെടുത്തി തരും. Praise the Lord. Thank you. My handshake is to everyone who will receive that word today. Hallelujah. ഈ വാക്ക്